ഡേ 3-ലെ 34 അധ്യാപകരുണ്ട്. എല്ലാവർക്കും സ്വാഗതം. ഭയങ്കര രസമുള്ള ഒരു ക്ലാസ്സാണ് ഇന്നത്തെ ക്ലാസ്. കാരണം നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. നമ്മൾ ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാൻ സേവ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനി എടുക്കാവുന്നതേ ഉള്ളൂ. ഇതിലൊക്കെ കഥയൊന്നുമില്ല, കുറച്ച് സിമ്പിൾ പരിപാടികൾ, തിയറിയെ കുറിച്ചൊക്കെ കുറച്ച് കാര്യങ്ങളെ പറയാം. അപ്പൊ നമുക്ക് നേരെ ഒരു പോസ്റ്റർ തന്നെ അങ്ങ് എടുക്കാം. നമ്മൾ സാധാരണഗതിയിൽ ഈ വർക്കുകളൊക്കെ കാണാൻ വേണ്ടി ഗൂഗിൾ എടുത്ത് ഇമേജ് എടുക്കുന്ന ഒരു പരിപാടിയുണ്ട് അല്ലെ എല്ലാവർക്കും. ഞാൻ അതൊന്നൊരു അല്പം ഒന്ന് മാറിയിട്ട് പിൻട്രസ്റ്റ് എന്ന് പറയുന്ന സൈറ്റ് എടുത്തു. Pinterest.com. ഇത് അത്ര വലിയ ഒരുപാട് പുതിയതല്ലേ, പഴയതാണ്. എല്ലാവർക്കും ഒക്കെ അറിയാവുന്നതായിരിക്കും. പിൻട്രസ്റ്റ് ഫേസ്ബുക്ക് പോലെ, അത് വാട്സപ്പ് പോലെ മറ്റൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് പിൻട്രസ്റ്റ്. ഇതിനെ എന്തുകൊണ്ട് ഞാൻ എടുത്തു എന്ന് ചോദിച്ചാൽ, ഇതിൽ നമ്മൾ കുറെ കണ്ടോ, സർവീസ് ഇനി ലൈവായി ഇങ്ങനെയൊക്കെയുള്ള കുറെ പോസ്റ്ററുകൾ കാണും. ഇതൊരു പോസ്റ്ററാണ്. ഇതൊക്കെ AI വെച്ച് ചെയ്യുന്നതാണ്. ഇന്നത്തെ കാലത്ത് ആരും തന്നെ കൈകൊണ്ട് ചെയ്യുന്ന പരിപാടിയില്ല, ഫോട്ടോഷോപ്പ് പോലും എടുക്കും. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഈ ഫോണ് ചിത്രം ഇവിടെ മറ്റേ ഫോണ്. ഈ ചിത്രം കാണിച്ച് പറഞ്ഞുതരാം. ആ. യെസ്, ടീച്ചേഴ്സ്. എന്റെ കയ്യിൽ ഇതാ ഞാനൊരു പോസ്റ്റർ എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു പോസ്റ്റർ, ഒരു കുട്ടി നിൽക്കുന്നു, ചുറ്റും ബാക്ക്ഗ്രൗണ്ട്. എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ്? TPM അക്കാഡമി എന്ന് പറയുന്ന ഒരു സ്ഥാപനം, എഡ്യൂക്കേഷൻ അക്കാഡമി, എന്തോ ഒരു സംഭവം, എന്തോ ഒരു കോഴ്സ്. ഒരു കുട്ടിയുണ്ട്. ഇതിൽ മൊത്തത്തിൽ ഒരു റെഡ് മയമാണ്. ലേൺ സ്മാർട്ട് ഫോൺ റീ എഞ്ചിനീയറിംഗ് അങ്ങനെയൊക്കെ പറഞ്ഞുള്ള സാധനമാണ്. അപ്പൊ ഇതിനകത്ത് ഈ ഒരു പോസ്റ്റർ വെച്ചിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. മറ്റേ തിയറി പറയുന്നതിനേക്കാളും കുറച്ചും കൂടെ എളുപ്പമായി. ഒരു പോസ്റ്റർ ആയിരുന്നാലും, ഒരു സിനിമയുടെ ഒരു സീൻ ആയിരുന്നാലും, എന്ത് കാര്യമായിരുന്നാലും അതിനകത്ത് കീപ്പ് ചെയ്യുന്ന ഒരു റേഷ്യോ ഉണ്ട്. 60-30-10. ഇതൊരു പൊതുവെ ചെയ്യുന്നതാണോ, ആളുകളുടെ അറ്റൻഷൻ സീക്ക് ചെയ്യാൻ വേണ്ടി അവർ ചെയ്യുന്ന ഒരു പരിപാടിയാണ് 60-30-10 എന്ന് പറയുന്നത്. ഒരു മെയിൻ ക്യാരക്ടർ, മെയിൻ ആയിട്ടൊരു ഈ ഒരു പോസ്റ്ററിൽ മെയിൻ ആയിട്ട് വരുന്നത് ഒരു 60, ഈ റെഡ് കളറാണ്. 60% റെഡ് കളറാണ്. പിന്നെ 30% എന്ന് പറയാനായിട്ട് എനിക്ക് തോന്നുന്നു, ഇത് ഓൾമോസ്റ്റ് 30, കറക്റ്റ് 30 പറയാൻ പറ്റില്ല. കാരണം ഈ വെള്ളയ്ക്കും മഞ്ഞയ്ക്കും ഒക്കെ ഒരേ ഇമ്പോർട്ടൻസ് വരുന്നുണ്ട്. എന്നാലും നമുക്ക് വെള്ളയ്ക്ക് ഒരു 30 എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. 10 മഞ്ഞ എന്ന് കൊടുക്കാം. ഒരു കൺസെപ്ഷൻ. ഒരു ഇതാണ് കറക്റ്റ്, അങ്ങനെ എന്നെ ചെയ്യണമെന്ന് കണക്കിട്ട് വീടിന്റെ പ്ലാനൊക്കെ വരച്ച് ചെയ്യണ പോലെ അങ്ങനെയൊന്നും ചെയ്യത്തില്ല. ഒരു ഓൾമോസ്റ്റ് ഒരു ഈ ചിത്രം നോക്കാം. ഇത് മറ്റേ വാഴ മൂവിയുടെ ആണ്. ഇതിൽ ബ്ലൂ ആണ് 60 വന്നേക്കുന്നത്. ഈ ഒരു കിളിപ്പച്ചയ്ക്കൊക്കെ ഒരു 30 ഒക്കെ കൊടുത്തു. പിന്നെ ഒരു വൈറ്റ്. അങ്ങനെ ഒരു ഡിസൈൻ ലേ ഔട്ടാണ്. നമ്മളൊരു ഡിസൈനേഴ്സ് ഒന്നും അല്ല, ടീച്ചേഴ്സാണ്. നമുക്ക് ഈ 60-30-10 റേഷ്യോയിലിട്ട് നമുക്ക് ചെയ്തു തരണം എന്നൊക്കെ ഏതെങ്കിലും കാലത്ത് പറയേണ്ടി വന്നേക്കാം, പ്രോംപ്റ്റിൽ കൊടുക്കേണ്ടി വന്നേക്കാം. അപ്പൊ അങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നും ജസ്റ്റ് ഒന്ന് കേട്ടിരുന്നാൽ മതി, നിങ്ങളുടെ തലയിലൊന്ന് സ്റ്റോർ ചെയ്ത് വെച്ചിരുന്നാൽ മതി. പിന്നീട് മറ്റേ കാര്യം, കളറിന്റെ കാര്യത്തിൽ ശ്രദ്ധ വേണം. നമുക്ക് ഒത്തിരി ഒന്നും കണ്ടമാനം പാടില്ല. നമ്മുടെ മേശപ്പുറമായിരുന്നാലും ഒരുപാട് സാധനങ്ങൾ വാരിയിട്ട് കഴിഞ്ഞാൽ അലങ്കോലമായി, ഇല്ലേ? നമുക്ക് ആരുടെയും ശ്രദ്ധ കിട്ടത്തില്ല. എല്ലാം വളരെ മിനിമലിസ്റ്റ് ആയിട്ട് വളരെ കുറച്ച് ഉപയോഗിച്ചാൽ വെരി ഗുഡ്. വളരെ കുറച്ച് കളർ ഉപയോഗിക്കണം, വളരെ കുറച്ച് ഫോണ്ട്, വളരെ കുറച്ച് കളറ്, കുറച്ച് ഫോണ്ട്. ഇത്രയും ഇതിനകത്ത് വരാം. ഒന്ന് അല്ലെങ്കിൽ രണ്ട് കളറ്, മൂന്നിൽ കൂടുതൽ പോകാനേ പാടില്ല. ഇതൊക്കെ വളരെ മിനിമലിസ്റ്റ് ആയിട്ടാണ് അവർ ചെയ്തത്. ഒത്തിരി കളറൊന്നും ഉപയോഗിച്ചിട്ടില്ല. പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ഡിസൈൻ അങ്ങനെയാണ്. മെയിൻ കാര്യങ്ങൾ മാത്രം. ഈ ഒരു പോസ്റ്റർ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് മെയിൻ കാര്യങ്ങൾ മാത്രം. സിനിമയുടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നിൽക്കുന്നു കഥാപാത്രം. അതിൽ വളരെ സിമ്പിൾ ആയിട്ട് കാര്യങ്ങൾ, ഒത്തിരി കൺഫ്യൂസ് ആക്കുന്ന സംഭവങ്ങൾ. അപ്പൊ നമ്മൾ ചെയ്യാൻ പോസ്റ്ററുകൾ, നമ്മൾ തയ്യാറാക്കുന്ന പോസ്റ്ററുകൾ, നമ്മൾ AI കൊണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന പോസ്റ്ററുകളെ കുറിച്ച് നമുക്കൊരു ഇങ്ങനത്തെ ധാരണ. നമ്മൾ ഇനി കാണുന്ന പോസ്റ്ററുകളൊക്കെ നമ്മൾ ഈ ഒരു കോൺസെപ്റ്റിലൂടെ വേണം ചിന്തിച്ച് എടുക്കാനായിട്ട്. അപ്പോൾ കളർ അധികം ഉപയോഗിക്കാൻ പാടില്ല. അതിനകത്ത് ഫോണ്ട് അധികം ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ ഒരു അലൈൻമെന്റ് കീപ്പ് ചെയ്യണം എല്ലാ ഡിസൈൻ. ഈ കണ്ടോ, ഇതാണ് ഏറ്റവും വലുത്. ഏറ്റവും വലുത് ഇവിടെയാണ്.
ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാനാ? അപ്പൊ അവരുടെ ക്യാച്ചിങ് ആയിട്ടുള്ള ഡയലോഗ് ഇതാണ്, ക്യാപ്ഷൻ. ഓക്കെ, ഈ സിനിമയില് വാഴ, വഴി, അതിലാണ് ഏറ്റവും പേരിനാണ്, ടൈറ്റിലാണ് അവർ ഏറ്റവും വലുതാക്കിയിട്ടേക്ക്. മറ്റേതിനൊക്കെ ചെറിയ 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 സാധനങ്ങളായിട്ട്. ഒരാൾ ആദ്യം കാണുമ്പോൾ ഈ സാധനത്തിലോട്ടായിരിക്കും അവരുടെ കണ്ണ് പോകും. ഓക്കെ, തിയറി എല്ലാം അതിൽ തീർന്നു. ഇത്രയേ ഉള്ളൂ തിയറി. ഇനി ഞാൻ തിയറി ഒന്നും പറയില്ല. ഇനി നിങ്ങൾക്ക് ഇതിൽ കാണുന്ന ഇഷ്ടപ്പെട്ട ഒരു പോസ്റ്റർ സെലക്ട് ചെയ്യാം. എന്നിട്ട് അതിനെ നമ്മൾ ജെമിനിയ ചാറ്റ് ജി പി ടിയിലോ കൊണ്ടുവരും. എന്നിട്ട് അതുപോലെ ഒരു പോസ്റ്റർ തയ്യാറാണ്. അത്രയേ ഉള്ളൂ പരിപാടി. ഓക്കെ, ഇപ്പൊ തിയറി പാർട്ടൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ ഈ തുടരും എന്ന് പറയുന്ന ഈ പോസ്റ്റർ ഞാനൊന്ന് എടുക്കുകയാണേ. ഈ പോസ്റ്റർ എടുത്ത് നമ്മൾ ഇതുപോലത്തെ ഒരു പരിപാടി മുമ്പ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ കോപ്പി എടുത്ത് അവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്യും. ഈ ഇതുപോലെ ഒരെണ്ണം തയ്യാറാക്കാൻ പോയാൽ ഈ കാണും, ക്രിയേറ്റീവായുള്ള ഡിസൈനുകൾ ഇനിയും തുടരും. കോപ്പി ഇമേജ്. എന്താ ഞാൻ ചെയ്തേ? എനിക്ക് ഇഷ്ടപ്പെട്ട ഇങ്ങനെ കുറെ പിൻട്രസ്റ്റിൽ കുറെ ഇമേജ് ഇറങ്ങും. ഇത് പിൻട്രസ്റ്റിൽ നിന്ന് തന്നെ എടുക്കണമെന്നില്ല. വീണ്ടും പറയുന്നു, നിങ്ങൾക്ക് എവിടെയാണോ ഇതിനകത്ത് ഉള്ളത്, ഗൂഗിളിൽ പോയി എടുക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സൈറ്റിൽ നിന്ന് എടുക്കാം. എവിടെയാണോ വേണ്ടത് അവിടെ നിന്ന് കോപ്പി എടുക്കുക. ഇനി ഫോണിൽ ചെയ്യുന്നവർ എന്ത് ചെയ്യും? സേവ് ഇമേജ് ആസ്, സേവ് ഇമേജസ് എന്ന് പറഞ്ഞിട്ട് ഡെസ്ക്ടോപ്പിൽ ഇടും, അല്ലെങ്കിൽ ഡൗൺലോഡിൽ ഇടും. ഡൗൺലോഡ് ഇടും. അപ്പൊ ഈ തുടരും പോസ്റ്റർ അവിടെ എത്തി. ഉണ്ടല്ലോ സേവ്. ഇനി നമ്മളെ ചാറ്റ് ജി പി ടിയിലോട്ട് വന്നിട്ട് ചാറ്റ് ജി പി ടി എടുത്ത് കൺട്രോൾ V, കൺട്രോൾ V നോട്ടിൽ എഴുതുന്നവര് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. കാരണം ഇത് നമ്മുടെ ക്ലാസ് റൂമിലൊന്നും ഇതിന്റെ ഒന്നും പഠിക്കുന്നില്ല. ഓക്കെ, ഇത്രയേ ഉള്ളൂ. പ്രോംപ്റ്റ് ഇതേ ഉള്ളൂ. ഐ നീഡ് ഐ നീഡ് പ്രോംപ്റ്റ്. ഐ നീഡ് പ്രോംപ്റ്റ്. എന്തിന്റെ പ്രോംപ്റ്റ്? ഫോർ ജനറേറ്റിംഗ് സിമിലർ പോസ്റ്റർ. സിമിലർ പോസ്റ്റർ കൊടുക്കാം, സെയിം പോസ്റ്റർ കൊടുക്കാം. നമ്മുടെ യുക്തി. ഇനി ഇതിനെ ഇംഗ്ലീഷിൽ തന്നെ കൊടുക്കണമെന്നില്ല, മലയാളത്തിൽ കൊടുത്താലും. ഇംഗ്ലീഷിൽ തന്നെ കൊടുക്കണമെന്നില്ല, ഫോണിൽ ചെയ്യുന്നവർക്കൊക്കെ ഈസി ആയിട്ട് മലയാളത്തിൽ കൊടുക്കും. എനിക്ക് ഇതുപോലെ ഒരു പോസ്റ്റർ തയ്യാറാക്കാനുള്ള പ്രോംപ്റ്റ് ജനറേറ്റ് ചെയ്ത് തരുമോ എന്ന് ചോദിക്കാം. ഇവിടെ എന്തൊക്കെ തന്നിട്ടുണ്ടെന്ന് നോക്കാം. ക്രിയേറ്റ് എ ഹൈ ക്വാളിറ്റി 3D പിക്സാർ എഡ്യൂക്കേഷണൽ പോസ്റ്റർ, കുറെ കഥകളുണ്ട്. വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ, ഇതൊക്കെ ഇതിനകത്തുണ്ടായിരുന്നു. ആ ഇമേജ് വലുതാക്കി അറിയാം. ദി ചൈൽഡ് ഈസ് വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ, ഗ്രാഫിക് ഡിസൈൻ സോഫ്റ്റ്വെയർ, ക്ലൗഡ് സ്റ്റോറേജ് പ്ലാറ്റ്ഫോം എന്നൊക്കെ പറഞ്ഞതിൻ്റെ അകത്ത് ആ വരികൾ വരുന്നതാണ് പോസ്റ്റർ ലേഔട്ട്. പിന്നെ അതിനകത്ത് ഒരു നെഗറ്റീവ് പ്രോംപ്റ്റ് ഉണ്ട്, അതെന്തെന്ന് പറഞ്ഞുതരാം. പിന്നെ സെറ്റിങ്സിനകത്ത് ഇത് A4 സൈസിലുള്ള ഒരു പോർട്രേറ്റ് ആണെന്നും അൾട്രാ ഹൈ ക്വാളിറ്റി, അൾട്രാ ഹൈ എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ എന്താ, നമ്മൾ വലിയ സംവിധാനമൊന്നും ആക്കണ്ട, നമുക്ക് ഇത് തന്നെ അതുപോലെ എടുത്ത് കോപ്പി എടുത്ത് പേസ്റ്റ് ചെയ്താൽ. നെഗറ്റീവ് പ്രോംപ്റ്റ് പറഞ്ഞുതരാം. നമുക്കൊരു പ്രോംപ്റ്റ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് നെഗറ്റീവ് പ്രോംപ്റ്റ് എന്ന് പറഞ്ഞ സാധനം കൊണ്ട് താഴെ കൊടുത്തിരുന്നാൽ ഇതിൽ നമുക്ക് സ്ഥിരമായിട്ട് ജനറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാവും. ഇതിൽ നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ ചിലപ്പോൾ കയറി വരും. അതൊന്നും വേണ്ട എങ്കിൽ അത് നെഗറ്റീവ് പ്രോംപ്റ്റിൽ കൊടുത്താൽ, എന്ത് വേണ്ടയോ അത് നെഗറ്റീവ് പ്രോംപ്റ്റിൽ കൊടുക്കാം. ബ്ലറി വേണ്ട, ലോ ക്വാളിറ്റി ഇമേജ് വേണ്ട, ഡിസ്റ്റോർട്ടഡ് ഹാൻഡ്സ്, എക്സ്ട്രാ ഫിംഗേഴ്സ്, അതൊന്നും വേണ്ട. ചില ചില ഇമേജുകൾ നമ്മൾ ജനറേറ്റ് ചെയ്ത് പോയി എക്സ്ട്രാ ഫിംഗർ ഒക്കെ വന്നിട്ടുണ്ടാകും. അതൊന്നും വേണ്ട. എന്ത് വേണ്ടേ അതൊക്കെ അവിടെ കൊടുക്കുക. വാട്ടർമാർക്ക് വേണ്ട, ടെക്സ്റ്റ് എററുകൾ വേണ്ട. അപ്പൊ അതിനെ നമുക്കൊന്ന് ജനറേറ്റ് ചെയ്ത് നോക്കാം. ജസ്റ്റ് ഇത്ര എടുക്കുക, കോപ്പി കൊടുക്കുക, ന്യൂ ചാറ്റ് ജി പി ടി എടുക്കുക. ന്യൂ ചാറ്റ് എന്തിനാണ് ഞാൻ കൊടുക്കണമെന്ന് അറിയാം. ഇല്ലെങ്കിൽ ഇതിൽ ഇപ്പൊ ഓൾറെഡി കൊടുത്തതിൽ തന്നെ കൊടുത്താലും കിട്ടും. പക്ഷെ ഇതിന്റെ അകത്ത് എന്താണെന്ന് വെച്ചാൽ ഈ ഇമേജ് കിടപ്പുണ്ട് ഇവരുടെ മെമ്മറിയിൽ. ഈ ചാറ്റ് ജി പി ടി തുടരും ഇതെല്ലാം കിടപ്പുണ്ട്. ഞാൻ ഈ പ്രോംപ്റ്റിന്റെ കോപ്പി എടുക്കുകയാണെ. ഇത്രയും കോപ്പി എടുത്തിട്ട്
നോക്കുകയാണ് ഇത് എങ്ങനെയായിരിക്കും ഈ പ്രോംപ്റ്റ്, തന്ന പ്രോംപ്റ്റ് വർക്ക് ചെയ്യണം നമുക്ക് നോക്കണമല്ലോ. അതിന് വേണ്ടിയിട്ട് ഞാൻ പേസ്റ്റ് ചെയ്തു. എനിക്ക് ചാറ്റ് ജി പി ടി തയ്യാറാക്കി തന്ന പ്രോംപ്റ്റിനെ ഞാൻ ഫോർവേഡ് ചെയ്ത് ചെയ്യണേ. നമുക്ക് അടുത്ത മാസം ഫുള്ള് സെൻസസ് പോലുള്ള വർക്കുകൾ നടക്കുകയാണ്. നമ്മുടെ ക്ലാസ് ഉണ്ടാവും, അതിന് തടസ്സമൊന്നും ഉണ്ടാകത്തില്ല. 8 മണിക്കല്ലേ, നോ ഇഷ്യൂ. പക്ഷെ പുതിയ ബാച്ച് എടുക്കുന്നില്ല അടുത്ത മാസം. ഇനിയുള്ളത് ഈ വരുന്ന അടുത്ത ആഴ്ച തുടങ്ങുന്ന 11ാമത്തെ ബാച്ച് മാത്രം. നിങ്ങളുടെ ആരുടെയെങ്കിലും ഫ്രണ്ട്സിനൊക്കെ ചേരണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പറയുക. അത് കഴിഞ്ഞ് അടുത്ത മാസം ഒരു ബാച്ചും പുതുതായിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ ഇത് വന്നുകൊണ്ടിരിക്കുകയാണ്. വരുമ്പോൾ നമുക്കറിയാം എന്താണ് സംഭവിച്ചത്. ആ പ്രോംപ്റ്റ് നമ്മൾ ഇങ്ങനെ കുത്തിയിരുന്ന് വായിക്കുന്നതിനേക്കാൾ ജനറേറ്റ് ചെയ്ത് ആ ഇമേജ് കാണുന്നതാണല്ലോ സുഖം. നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താണ്? ഈ നേരത്തെ കണ്ട ഇതുപോലൊരു സാധനം കിട്ടണമെന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. പക്ഷെ കിട്ടില്ല, കാരണം അതിൻ്റെ അകത്ത് തുടരുമെന്നോ മറ്റോ സംവിധാനങ്ങളൊന്നുമില്ല. ഫ്രഷ് പോസ്റ്ററിൽ നമുക്ക് കണ്ട് അറിയാം എന്താണ് കിട്ടുന്നത്. ചിറക് നൽകാം, ഡിജിറ്റൽ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകാം. കണ്ടല്ലോ, കണ്ടല്ലോ ടീച്ചേഴ്സ്, നല്ല രസമായിട്ട് ഒരെണ്ണം കിട്ടി. ഇതിന്റെ പ്രോംപ്റ്റ് ആണ് ഈ കിടക്ക്, ഇങ്ങനെ തയ്യാറാക്കാനുള്ള പ്രോംപ്റ്റ്. നമുക്ക് ഇവിടെ താഴെ നമുക്ക് കൊടുക്കാം ചിറക് നൽകാം എന്നുള്ളത് മാറ്റിയിട്ട് വേറെ എന്തെങ്കിലും ആക്കി തരാം. ഇല്ലെങ്കിൽ ഇതിൽ അറ്റാച്ച് ചെയ്ത ഒരു ലോഗോ, നമ്മുടെ കയ്യിൽ ഒരു ലോഗോ ഉണ്ടെങ്കിൽ അത് അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ യുവർ ലോഗോ ഹിയർ എന്ന് പറയുന്ന അവിടെ വരും. ഇതിൽ ലോഗോ ഉണ്ടാവും, ഡൗൺലോഡ്. ആ ആ ഡെസ്ക്ടോപ്പിൽ കാണും. ഓലാപ്പിന്റെ ലോഗോ ഇരിക്കട്ടെ. അറ്റാച്ച് ലോഗോ. ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന കാര്യം തന്നെ, പ്രത്യേകിച്ച് അതിന്റെ റിസൾട്ടിൽ കാര്യമൊന്നുമില്ല. ഈ പ്രോംപ്റ്റ് കിട്ടിയതൊക്കെ കണ്ടല്ലോ. വളരെ സിമ്പിൾ. എനിക്ക് അതിന്റെ പ്രോംപ്റ്റ് ഉണ്ടാക്കി തരൂ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. സെയിം ഇമേജ്, സെയിം ഇമേജിന്റെ പ്രോംപ്റ്റ് ജനറേറ്റ് ചെയ്യാൻ, അല്ല, ഇമേജ് ജനറേറ്റ് ചെയ്യാനുള്ള പ്രോംപ്റ്റ് തയ്യാറാക്കി തരാൻ പറഞ്ഞു. അപ്പൊ ഇതുപോലെ നമുക്ക് ഇതുപോലെ ഈ കാണുന്ന ഏത് സാധനത്തിന്റെ വേണമെങ്കിലും പ്രോംപ്റ്റ് തയ്യാറാക്കാൻ പറ്റും. ആ കിട്ടുന്ന പ്രോംപ്റ്റ് ഒന്ന് വായിച്ചു നോക്കി അതിലെ വാക്കുകൾ മാറ്റി കൊടുത്ത് നമുക്ക് നമ്മുടേതായ ആവശ്യങ്ങൾ സാധിച്ചെടുക്കാൻ പറ്റും. വളരെ എളുപ്പം. മെസ്സി ചതിച്ചാലും സോളാർ ചതിക്കില്ല. ഇനി അടുത്ത നമ്മൾ കാൻവയിലോട്ട് പോകും. ഈ മലയാളത്തിലൊക്കെ ഒരുപാട് ഇഷ്യൂസ് അധ്യാപകർക്ക് വരാറുണ്ടല്ലേ. മലയാളത്തില് നമ്മൾ ഒരുപോലത്തെ പോസ്റ്ററുകൾ തയ്യാറാക്കി എടുക്കുമ്പോഴത്തേക്ക് ഒരുപാട് എററുകൾ ഈ ചാറ്റ് ജി പി ടിയും ജെമിനിയൊക്കെ വരുത്തും. ജെമിനിയാണ് മലയാളത്തിൽ, അല്ല, ചാറ്റ് ജി പി ടി ആണ് മലയാളത്തിൽ കൂടുതൽ തെറ്റുകൾ വരുന്നത്. അപ്പൊ അതിനെയൊക്കെ നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാം എന്നുള്ളത് ഇന്ന് നമുക്ക് നോക്കാം. അതിന് മുമ്പേ ഉണ്ടോ ഓലാപ്പിന്റെ ലോഗോ ഒക്കെ വന്നു, ഒക്കെ ആയിട്ടുണ്ട്. ഇപ്പൊ ഈ ചെയ്ത ഈ ഒരു കുട്ടി സെക്ഷനിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം. നമ്മൾ ഈ ഇമേജ് എടുത്തതിലോ അല്ലെങ്കിൽ അതിന്റെ കോപ്പി എടുത്ത് അതിനെ ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നതിലോ പ്രോംപ്റ്റ് ഉണ്ടാക്കിയതിലോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കും. 51 പേരുണ്ട്. വെരി ഗുഡ് ടീച്ചേഴ്സ്. ഭയങ്കര ഉപയോഗമുള്ള സാധനമാണ്. ഇതൊക്കെ എല്ലാവരും ചോദിച്ചുകൊണ്ട് നടക്കുകയാണ്, എങ്ങനെ ഈ പ്രോംപ്റ്റ് കിട്ടും. നമ്മുടെ കണ്ണിൽ കാണുന്ന എന്തിനോട് നമുക്ക് പ്രോംപ്റ്റ് ആണ്. മ്യൂട്ടിയുടെ ഇതൊന്നും
നോട്ട് ചെയ്തു. പിൻട്രസ്റ്റ്. പിൻട്രസ്റ്റ്. സാർ ഒന്നുകൂടി ഇതൊന്ന് പറയാമോ? തീർച്ചയായും, തീർച്ചയായും. ഞാൻ ആദ്യം എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ, പറയുകയും ചെയ്തും കാണിക്കാം. നമ്മൾ ആദ്യം ഒരു ഇത് ഇതിനകത്ത് ഉണ്ട് ഓൾറെഡി കുറെ മലയാളം ഞാൻ സ്ഥിരമായിട്ട് ചെയ്യുന്നതുകൊണ്ടാണ് വന്നത്. അഥവാ ഇവിടെ വന്നിട്ടില്ലെങ്കിൽ പിൻട്രസ്റ്റ് ഓപ്പൺ ആക്കിയിട്ട് മലയാളം മലയാളം പോസ്റ്റർ ഡിസൈൻ ഒന്ന് കൊടുക്കുക. മലയാളം പോസ്റ്റർ ഡിസൈൻ, അപ്പോൾ കൂടുതൽ മലയാളം പോസ്റ്റർ വരും. നല്ല രസമുള്ള കാണാനൊക്കെ നമ്മുടെ കണ്ണിന് കൗതുകം നൽകുന്ന പോസ്റ്ററുകൾ നമുക്ക് കിട്ടും. നമ്മുടെ പരിപാടി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പോസ്റ്റർ, അല്ലെങ്കിൽ നമ്മുടെ വായന നാളത്തെ തന്നെ എടുക്കാം. നിങ്ങൾ അത് പരീക്ഷിക്കാൻ അതല്ലേ നല്ലത്. വായന ദിന വായനാ ദിനം പോസ്റ്റ്. വായനാ ദിനത്തിന്റെ പോസ്റ്റ് തന്നെ വരട്ടെ. തുറന്നു വന്നു. കാലം കുറവാണ് കേട്ടോ അതിനകത്ത്. നമുക്ക് ഓൾട്ടർനൊക്കെ കിട്ടി. ഉം. ഉം. ഇവിടെ ഒരെണ്ണമുണ്ട്. പുസ്തകം പോലെ നമ്മെ തിരുത്തുന്ന നല്ല ചങ്ങാതി. ഹയ്യ, വീണ്ടും സ്കൂളിലേക്ക്. ഇതൊക്കെ നല്ല രസമുള്ള സാധനം. മാജിദ. ഇങ്ങനെ ഏതെങ്കിലും ഒരു ഇമേജ് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഇമേജിനെ ഒന്ന് ഓപ്പൺ അല്ലെങ്കിൽ ന്യൂ ടാബ് കൊടുത്താൽ കുറച്ചും കൂടെ വലുതായിട്ട് നോക്കി കിട്ടും. കണ്ടോ? വായനാ ജൂൺ 19 വായനാ ദിനം. ഇടറുന്ന കാലങ്ങൾ. ഇത് തന്നെ എടുക്കാം. അപ്പൊ നമുക്ക് ഇതിന്റെ ഈ ഡയലോഗ് മാറ്റി വേറെ ഡയലോഗ് കൊടുക്കാം. കോപ്പി ഇമേജ് ഓർ സേവ് ഇമേജ്. ഫോണിൽ ചെയ്യുമ്പോൾ സേവ് ഇമേജ് ആയിരിക്കും ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. ലാപ്ടോപ്പിൽ ചെയ്യുമ്പോൾ കോപ്പി ഇമേജ് ആണ് എളുപ്പം. എന്നിട്ട് ജെമിനി ഓർ ചാറ്റ് ജി പി ടി, നമുക്ക് വഴങ്ങുന്നത് എന്താണോ അതെടുക്കും. ഓരോരുത്തർക്കും ഓരോ സാധനങ്ങളായിരിക്കും എടുക്കുക. അതിനകത്ത് ഇതിനെ കൊണ്ട് പേസ്റ്റ് ചെയ്യാം. Ctrl+V കൊടുത്തു കഴിഞ്ഞാൽ പേസ്റ്റ് ആവും. എന്ത് പ്രോംപ്റ്റ് കൊടുക്കും? ഐ നീഡ് പ്രോം ഫോർ ജനറേറ്റിംഗ് സിമിലർ പോസ്റ്റ്. ഇനി അക്ഷരങ്ങൾക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഫോണ്ട് പ്രോംപ്റ്റ് ഇൻക്ലൂഡ്. ഫോണ്ട് പ്രോംപ്റ്റ് അല്ല, ടെക്സ്റ്റ് പ്രോംപ്റ്റ് ഇൻക്ലൂഡ് ടെക്സ്റ്റ് പ്രോംപ്റ്റ് എന്ന് വെറുതെ ഒന്ന് കൊടുത്തു നോക്കാം. ഇപ്പൊ വന്നതാണ് തലയിൽ. ഇൻക്ലൂഡ് ടെക്സ്റ്റ് പ്രോം. അതെന്ത് കിട്ടുമെന്ന് നോക്കട്ടെ. ഒരു ചെറിയ പരീക്ഷണം. ഞാൻ ഉദ്ദേശിക്കുന്നത് നേരത്തെ വായനാ ദിനത്തിന്റെ ഒന്നും എടുത്ത് കാണിച്ചിട്ടില്ല. അപ്പോ അതാവുന്നു. ആ ആ ആ. വിജയിച്ചു കേട്ടോ. വെരി ഗുഡ്. ഇപ്പം വായനാ ദിനത്തിന്റെയൊക്കെ പ്രത്യേകിച്ച് വന്നു. മലയാളം ഇരുണ്ട കാലങ്ങളിൽ ഏറ്റവും മികച്ച ചിരാതമാണ്. അതത് ഓരോ പുസ്തകമാണ്. ഓക്കെ. എനേബിൾ ടെക്സ്റ്റ് വെർഷൻ. അപ്പൊ ഇങ്ങനെ കൊടുക്കുക. ടെക്സ്റ്റ് വെർഷൻ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞു കൊടുത്താൽ അതും കൂടെ കിട്ടി. നമുക്കൊന്ന് ജനറേറ്റ് ചെയ്ത് ഈ പ്രോംപ്റ്റ് എടുത്ത് ആദ്യം പ്രോംപ്റ്റ് നെഗറ്റീവ് പ്രോംപ്റ്റ് ഒക്കെ എടുക്കുന്നു. ഈ ന്യൂ ചാറ്റ് എടുക്കുന്നു. Ctrl+V. ഇനി ഞാൻ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ ഇതിന്റെ ഇടയിൽ. നമുക്ക് ഇവിടെ തന്നെ ഇതുപോലെ തന്നെ കിട്ടണമെങ്കിൽ ഇതിനകത്ത് തന്നെ കൊടുത്തു കഴിഞ്ഞാൽ എളുപ്പമുണ്ട് കേട്ടോ. ഇതിനകത്ത് തന്നെ നിങ്ങൾക്ക് തന്നെ അറിയായിരിക്കും. ഇപ്പൊ ഇതിനകത്ത് വായനാ ദിനം റീപ്ലേസ് ചെയ്ത് മറ്റൊരുന്നാക്കണം, അല്ലെങ്കിൽ ജൂൺ 11 ഡേറ്റ് മാറ്റി വേറെ ഒന്ന് കൊടുക്കണം എന്നൊക്കെ നിങ്ങൾക്ക് പ്രോംപ്റ്റിനകത്ത് തന്നെ നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. ജൂൺ 19 വരെ മറ്റൊരു ദിനം കൊടുക്കണം, വായനാ ദിനത്തിന് വരെ മറ്റൊരു ദിനം കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിനെ ഇവിടെ തന്നെ റീപ്ലേസ്
ഈ വായനാ ദിനം എന്നുള്ളത് നമുക്ക് ടൈപ്പ് ചെയ്യാൻ വലിയ പാടാണല്ലോ. ഫോണിൽ ഉള്ളവർക്ക് എളുപ്പമായിരിക്കും. ഫോണിലുള്ളവർക്ക് എളുപ്പമായിരിക്കും. കമ്പ്യൂട്ടറിൽ ചെയ്യുന്നവർക്ക് എന്ത് ഉപയോഗിക്കാന്ന് ചോദിച്ചാൽ മംഗ്ലീഷ്. കമ്പ്യൂട്ടറിൽ ചെയ്യുന്നവർ മംഗ്ലീഷ് ഉപയോഗിച്ച് മലയാളത്തിൽ ടൈപ്പ് ചെയ്താൽ നന്നായിരിക്കും. വായനാ ദിനം. ഇങ്ങനെ നമുക്ക് വായനാ ദിനം കിട്ടും. ആ, എന്തോന്നായിരുന്നു മാറ്റാൻ ഉദ്ദേശിച്ച വായനാ ദിനം മാറ്റിയിട്ട് മറ്റൊന്നും ദിനം കൊടുക്കാം. കായിക ദിനം. ചുമ്മാ ഒന്ന് മാറ്റാൻ വേണ്ടി മാത്രം. അപ്പൊ ഇത്രയും മാറ്റിയിട്ട് റീപ്ലേസ് വായന ദിനം ടു കായിക ദിനം എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ വായന ദിനം മാറി ഇതിനകത്ത് ഈ ഇമേജിനകത്ത് തന്നെ നമുക്ക് കായിക ദിനമായിട്ട് കിട്ടും. ഇത് ഒരു മെത്തേഡ്. നമ്മുടെ കയ്യിലുള്ള ഒരു ഇമേജിനെ ഈ പ്രോംപ്റ്റ് ഏരിയയിൽ വെച്ച് തന്നെ നമുക്ക് ഇല്ലേ പ്രോംപ്റ്റ് വന്നില്ലേ. ആ, റീപ്ലേസ് പ്രോംപ്റ്റ്. സെൻഡ് പ്രോംപ്റ്റ് ആയില്ല കേട്ടോ. ഇപ്പോഴാണ് ആയത്. ഈ ലാപ്ടോപ്പില് അല്ലാതെ നേരിട്ട് ചെയ്യുമ്പം എനിക്ക് വായനാ ദിനത്തിന് പകരം കായിക ദിനം എന്നാക്കി തരണം എന്ന് പറഞ്ഞാൽ അങ്ങനെ മാറ്റി തരും കേട്ടോ. എന്ത് ലളിതം പ്രോംപ്റ്റ്. വരട്ടെ. കായിക ദിനം. ഊഫ്. പറയാതെ തന്നെ കുറച്ച് സംവിധാനങ്ങളൊക്കെ ആയിട്ട്. അപ്പൊ ഇതൊരു മെത്തേഡാണ്. നമ്മളിങ്ങനെ ജനറേറ്റ് ചെയ്ത് ആ ഇമേജിനെ ഇവിടെ പേസ്റ്റ് ചെയ്തിട്ട് അതിനകത്ത് ഇങ്ങനെ മാറ്റി തരണമെന്ന് പറഞ്ഞാൽ അത് ഉണ്ടോ. വളരെ ലളിതമായ പ്രോംപ്റ്റ് ആണ് കൊടുത്തത്. പിന്നെ മറ്റൊന്ന് പറഞ്ഞത് നമുക്ക് ഈ തയ്യാറാക്കി തന്ന പ്രോംപ്റ്റിന് ഇത് രണ്ടാമത്തെ രീതിയാണ്. ഈ തയ്യാറാക്കി തന്നല്ലോ പ്രോംപ്റ്റ്. ഞാൻ എന്തോ പ്രോംപ്റ്റ് ഐ നീഡ് പ്രോംപ്റ്റ് ഫോർ ജനറേറ്റിംഗ് സിമിലർ പോസ്റ്റർ എന്ന് പറഞ്ഞു കൊടുത്തല്ലോ. അപ്പൊ ഒരു പ്രോംപ്റ്റ് തയ്യാറാക്കി തന്നല്ലോ. അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത്രയും കണ്ടന്റ് മാത്രം കോപ്പി എടുത്തതിന് ശേഷം ന്യൂ ചാറ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കപ്പോൾ ഇതിന്റെ മെമ്മറിയിൽ അതൊന്നും കാണും. ഫ്രഷ് ആയിട്ട് തുടങ്ങും. ഈ പ്രോംപ്റ്റുകൾ മാത്രമേ അതിനകത്ത് കാണും. ഫ്രഷ് ആയിട്ട് തുടങ്ങി. സ്റ്റൈലില് ഈ മോഡേൺ ഫോട്ടോഗ്രാഫി, ഡാർക്ക് അക്കാഡമിക് എത്തിക്സ് ഒക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. എന്താണെന്ന് നോക്കാം. ഇതിപ്പോ ആദ്യം ചെയ്ത മെത്തേഡാണേ. പ്രോംപ്റ്റ് ഉണ്ടാക്കി അതിനകത്ത് ജനറേറ്റ് ചെയ്യും. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ മലയാളത്തിലെ ഒരു ഇതുണ്ടാക്കും. പോസ്റ്റർ പോലുള്ള എന്തെങ്കിലും ഒന്നും ഉണ്ടാകും. വായന കാർഡോ എന്തെങ്കിലും ഒരു സാധനം തയ്യാറാക്കും. അപ്പോൾ അതിനകത്ത് തെറ്റുകൾ വരും. ഈ തെറ്റുകൾ നമ്മൾ ക്യാൻവയിൽ കൊണ്ടുപോയി എഡിറ്റ് ചെയ്യാനാണ് എനിക്ക് മനസ്സിലായത്. എങ്ങനെ ഈ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന വായന കാർഡുകളോ നോട്ടുകളോ തയ്യാറാക്കുമ്പോൾ തെറ്റുകൾ വരും എന്നുള്ള കാര്യം അറിയാലല്ലോ. അതിനെ എങ്ങനെ നമുക്ക് റെക്ടിഫൈ ചെയ്യാമെന്നുള്ളതാണ് ഇനി മനസ്സിലായത്. കുറെ നമുക്ക് ഇതിനകത്ത് തന്നെ പ്രോംപ്റ്റിൽ ഇപ്പൊ ചെയ്ത പോലെ റീപ്ലേസ് അപ്ഡേറ്റ് അല്ലെങ്കിൽ മോഡിഫൈ അങ്ങനെയൊക്കെയുള്ള വാക്കുകൾ ഉപയോഗിച്ച് കുറേയൊക്കെ മാറ്റാം. എനിക്ക് ഈ വാക്ക് മാറ്റി മറ്റൊരു വാക്ക് ആക്കി തരൂ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കുറേയൊക്കെ കറക്ഷൻ ചെയ്യാം.
എങ്കിലും ഒരുപാടൊക്കെ ആകുമ്പോൾ ഭയങ്കര പാടായി. പിന്നെ അത് മാത്രമല്ല, ഒരെണ്ണത്തിനെ ശരിയാക്കുമ്പോൾ മറ്റത് കൊണ്ട് പോകും. ജൂൺ 19 വായനാ ദിനം. മലയാളം വിങ് എന്നുകൊണ്ട് ഇതൊക്കെയുണ്ട്. ഇതൊക്കെ ഇതിനകത്ത് ഈ പ്രോംപ്റ്റിനകത്തുള്ള സാധനമാണ്. നമുക്ക് എന്തൊക്കെ മാറ്റണമെന്നുള്ള കാര്യം നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. മലയാളം വിങ് മാറ്റിയിട്ട് നിങ്ങളുടെ സ്കൂൾ കൊടുക്കാം. ഓക്കേ. സംശയങ്ങൾ ഉണ്ടോ? 46 ടീച്ചേഴ്സ് ഉണ്ട്. സംശയങ്ങളുണ്ടോ? ഇല്ലെങ്കിൽ അടുത്തതിലേക്ക് കിടക്കട്ടെ. അത്രേ ഉള്ളൂ. ഈ ഒരു ഇങ്ങനത്തെ ഡിസൈൻ സ്വന്തമായിട്ട് തയ്യാറാക്കുന്ന രീതി ഒന്ന് കുറച്ചൊക്കെ ചെയ്തു നോക്കുക. ഇങ്ങനത്തെ കുറെ ഇമേജ് നിങ്ങളുടെ ഗാലറി കിടക്കുന്ന ഇമേജ് എടുത്ത് വെച്ച് ചെയ്യാം. എങ്ങനെയായിരുന്നാലും എവിടെ കൂടെ ആയിരുന്നാലും ഇമേജുകൾ എടുക്കുക. പിൻട്രസ്റ്റിൽ വന്നത് വേറെ ഒന്നിനുമല്ല, ഇതുപോലത്തെ നല്ല രസമുള്ള പോസ്റ്ററുകൾ ഉള്ളതുകൊണ്ടാണ് പിൻട്രസ്റ്റിലോട്ട് വന്നത്. അല്ലാതെ ഇതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അപ്പോൾ നമ്മളൊരു വായന ഒരു 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 വർക്ക്ഷീറ്റ് എടുക്കാൻ പോകും. മലയാളം അത് ക്രിയേറ്റ് കൊടുക്കും. ക്രിയേറ്റ് മീ മലയാളം വർക്ക്ഷീറ്റ് സ്റ്റാൻഡേർഡ് ഫോർ മലയാളം. ഉം. മലയാളം വർക്ക്ഷീറ്റ് സ്റ്റാൻഡേർഡ് ഫോർ ഒരെണ്ണം തയ്യാറാക്കി തരണേ എന്ന് ഞാൻ ഇവിടെ പറയണേ. അപ്പോൾ ഒരെണ്ണം തയ്യാറാക്കി തരും. മലയാളം വർക്ക്ഷീറ്റ് സ്റ്റാൻഡേർഡ് ഫോർ ക്ലാസ് വിഷയം വായന. അതിന് എന്താണ് നട്ടത്? ഓക്കെ. അപ്പൊ ഇത് ഒരുപാടുണ്ട്, നമുക്ക് ഇത്രയൊന്നും വേണ്ട, നമുക്ക് കുറച്ച് മതി. അപ്പൊ ഇതിന്റെ ഇത്രയും ഭാഗം മാത്രം എടുക്കുക. 3 ചോദ്യം. ഒരു കഥ തന്നിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നത് നമ്മുടെ പരീക്ഷയ്ക്കൊക്കെ ഉള്ള പരിപാടിയാണ്. അപ്പൊ അതിന്റെ താഴെയായിട്ട് ഇതിനെ ഞാൻ കോപ്പി എടുത്തേ. കോപ്പി എടുത്തത് ഇവിടെ മുതൽ ഈ 3 എണ്ണം വരെ കോപ്പി എടുത്തു. എന്നിട്ട് 3 എണ്ണം വരെ കോപ്പി, Ctrl+C കൊടുത്തു. കോപ്പി. എന്നിട്ട് അതിനൊരു വർക്ക്ഷീറ്റ് ആക്കി തരാൻ പറയാം. ക്രിയേറ്റ് മീ ഇമേജ് ഓഫ് ദീസ് വർക്ക്ഷീറ്റ്. ഇപ്പൊ തയ്യാറാക്കി തരുന്ന വർക്ക്ഷീറ്റിൽ കുറെ തെറ്റുകൾ കടന്നുകൂടണം എന്നാണ് എൻ്റെ ആഗ്രഹം. തെറ്റ് വരുമ്പോൾ നമ്മൾ അതിനെ തിരുത്തും. 2 രീതിയാണുള്ളത്. തെറ്റ് വരുമ്പോൾ തിരുത്താനായിട്ട് പ്രോംപ്റ്റ് വഴി നമ്മൾ കൊടുക്കും. പ്രോംപ്റ്റ് വഴിയും തിരുത്തും. അതിൽ നമ്മുടെ കയ്യിൽ നിൽക്കില്ല എന്ന് കാണുമ്പോൾ നമ്മൾ ക്യാൻവയിൽ പോയി അവിടെ ഇട്ട് തിരുത്തും. എന്തായാലും തിരുത്തും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. തിരുത്താതെ നമുക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ കുട്ടികൾക്ക്. ഇനി ഒരു കാര്യം കൂടെ പറയാം. ഇത് നമുക്ക് അധ്യാപകർക്ക് വേണ്ടി ക്യാൻവ സൗജന്യമാണ്. അപ്പോ അതെങ്ങനെയാണ് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധ്യാപകരാണ് അല്ല അധ്യാപികയാണെന്ന് പ്രൂവ് ചെയ്താൽ മതി. പറഞ്ഞുതരാം. കിട്ടിയേ? വർക്ക്ഷീറ്റ് കിട്ടി. അപ്പൊ അതിന്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഈ ക്ലാസ് കഴിഞ്ഞിട്ട് ആ വീഡിയോയും കൂടെ നിങ്ങൾക്ക് അയച്ചു തരാം. നിങ്ങളുടെ സാലറി സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ നിങ്ങളുടെ സാലറി സ്ലിപ്പോ ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ അതാണ് ഏറ്റവും എളുപ്പം പ്രൂവ് ചെയ്യാനായിട്ട്. പിന്നെ അവരുടെ നിയമാവലിക്കകത്ത് BEd ഉണ്ടെങ്കിൽ BEdന്റെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാം. ഡെയിലി വേജസുകാരാണെങ്കിൽ നിങ്ങളുടെ ഡെയിലി വേജസിന്റെ ഓർഡർ ചെയ്യാം. ഐ ഡി കാർഡ് ഒരു ഇതുള്ള എല്ലാവർക്കും ID കാർഡ് മതി. ID കാർഡ് ഉള്ളവർക്ക് ID കാർഡ് തന്നെ അഡ്രസ് പ്രൂഫായിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ജോലി ഇല്ലാത്തവരാണെങ്കിൽ ഈ BEd പോലുള്ള സർട്ടിഫിക്കറ്റ്, പ്രൊഫഷണൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് യൂസ് ചെയ്ത് ഈ പ്രോ ക്യാൻവയുടെ പ്രോ എടുക്കാനാണ്. ഈ പ്രോ എടുത്തു കഴിഞ്ഞാൽ ഈ കോഴ്സിന്റെ സമയത്ത് നമുക്ക് പ്രോയുടെ ആവശ്യമില്ല.
ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിനകത്ത് ക്യാൻവയിൽ അത്യാവശ്യം ഉപയോഗിച്ച് മാസ്റ്റർ ആകുന്ന സമയത്ത് പ്രോ ഉണ്ടെങ്കിൽ നമുക്ക് നല്ലതാണേ. അപ്പോൾ ഇതിനിടയിൽ പ്രോയും കൂടെ കിട്ടാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇല്ലെങ്കിൽ ടെൻഷൻ ഒന്നുമില്ല, നമുക്ക് പഠിക്കുന്നതിന് തടസ്സമില്ല. നമ്മൾ ഇന്നൊന്നും ചെയ്യുന്നതിൽ പ്രോ കൊണ്ടുള്ള പരിപാടി ഒന്നും ഇല്ല. സാധാരണ ഫ്രീ വെർഷൻ മതി ഇന്നത്തെ നമ്മുടെ ഈ വർക്കുകളൊക്കെ ചെയ്യാൻ. ഓക്കെ, അപ്പൊ വീഡിയോ ഞാൻ നമ്മുടെ ഇതിന്റെ വീഡിയോയുടെ കൂടെ പോയിടാം, ഈ റെക്കോർഡിംഗ് വീഡിയോയുടെ പോയിടാം. മലയാളം വർക്ക്ഷീറ്റ് സ്റ്റാൻഡേർഡ് 4 കിട്ടി. ഇനി എനിക്കതൊരു കളർഫുൾ ആയാൽ കൊള്ളാമെന്നുണ്ട്, കാരണം എല്ലാം വൈറ്റ് ആയിട്ടാണ് ഇരിക്കുക. അപ്പൊ ക്രിയേറ്റ് മീൻസ് വൈറ്റ് ആയാൽ ചെയ്യാൻ എളുപ്പമുണ്ട്. നമുക്ക് ഇത്തിരി പാടുള്ള കിട്ടിയാലും നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റും. വായനയും ഭാഷാ പരിചയവും. ഇപ്പൊ ഒരുപാട് ചാറ്റ് ജി പി ടി വ്യത്യാസം വന്നു. സാധാരണ ഒരു എവിടെ നോക്കിയാലും തെറ്റ് വരും. ഇതിപ്പം വളരെ സൂക്ഷിച്ചു നോക്കിയാലേ. തയ്യ ഇങ്ങനെ പരിപാലിച്ചു. തയ്യ ഒരു തെറ്റ് കണ്ടെത്തി. അനു തന്റെ വീട്ടുമുറ്റത്ത് ഒരു മാവിൻ തൈ നട്ടു. അവൾ ദിവസവും അതിനെ തെന്നുമറി. റീസെറ്റ്, റീസെറ്റ്. കളർഫുൾ ആയിട്ട് കിട്ടിയിട്ട് നമുക്ക് ആ കളർഫുൾ ഉള്ളതിന്റെ എഡിറ്റ് ചെയ്ത് നമുക്ക് അങ്ങ് ക്യാൻവ. ഞാൻ ഇതിന്റെ ഇടയിൽ ക്യാൻവയും കൂടെ ഒന്ന് പറഞ്ഞോട്ടെ. നമുക്ക് ക്യാൻവ എടുക്കാനായിട്ട് ഗൂഗിൾ എടുത്ത്, കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്നവർക്ക് ഗൂഗിൾ എന്ന് പറഞ്ഞ് എടുത്തിട്ട് ക്യാൻവ അടിച്ചു കൊടുക്കുക. ക്യാൻവ. അപ്പൊ നമ്മുടെ ജിമെയിലിൽ ഇത് ബ്രൗസറിൽ ലോഗിൻ ആയിരിക്കണം. എൻ്റെ ജിമെയിൽ ലോഗിൻ ആണ്. അപ്പൊ ക്യാൻവ ഇന്ത്യ, ഈ കാണുന്ന സീല്, ഒരു ബ്ലൂ വട്ടത്തിൽ ഒരു സി, വൈറ്റ് സി ഇങ്ങനെ വരും. ലോഗിൻ ചെയ്യാം. ഇനി നിങ്ങൾ ഫോണിൽ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ക്യാൻവയുടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ ഇമെയിൽ ഐ ഡി ഒക്കെ ചോദിച്ചിട്ടുണ്ടാവും. ക്യാൻവ നിങ്ങൾ ചെറുതായിട്ട് ഇങ്ങനെ ഓൺ ആയി കാണുമല്ലോ, അപ്പോൾ ഇമെയിൽ ഐ ഡി ഒക്കെ ചോദിച്ചിട്ടുണ്ട്. മറ്റത് വരുന്നതേ ഉള്ളൂ, വരട്ടെ, സമയമുണ്ട്. അപ്പൊ ഞാൻ ക്യാൻവ എന്ന് പെട്ടെന്ന് പറയാമേ. നമ്മളെ ഈ കാണുന്നതാണ് ക്യാൻവ. അതിൻ്റെ അകത്ത് ക്യാൻവയുടെ ഒരു ഡെസ്ക്ടോപ്പ് എന്ന് പറയാം. ഇവിടെ നമ്മൾ ഓരോ പരിപാടികളായിട്ടുണ്ട്. നമുക്ക് പ്രസന്റേഷൻ, നമ്മൾ പ്രൊജക്ടറിൽ ചെയ്യുന്ന പ്രസന്റേഷൻസ് ഒക്കെ ഇതിനകത്ത് തയ്യാറാക്കാം. സോഷ്യൽ മീഡിയ, യൂട്യൂബിന്റെ തംബ്നെയില്, യൂട്യൂബിൽ ഇടുന്ന പിക്ചറുകൾ, അതിന്റെ ഗ്രാഫിക്സ് ഒക്കെ ഇതിനകത്ത് തയ്യാറാക്കാം. വീഡിയോ തയ്യാറാക്കാം. വീഡിയോ തയ്യാറാക്കുകയല്ല ആക്ച്വലി ചെയ്യുന്നത്, മറ്റു സ്ഥലത്തുള്ള വീഡിയോ, ഫോട്ടോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇതിനകത്ത് കൊണ്ടുപോയി കോമ്പോസിറ്റ് ആണ് ഇതിനകത്ത് ശരിക്കും ചെയ്യുന്നത്. വലിയ സംഭവം ചെറിയ ചെറിയ പരിപാടികളൊക്കെ തന്നെ. താഴോട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ ഇപ്പൊ നിങ്ങൾ എല്ലാ ദിവസവും ഗ്രൂപ്പുകളിൽ കാണുമായിരിക്കും, 1ാം ക്ലാസ്സിന്റെ, 2ാം ക്ലാസ്സിന്റെ, 3ാം ക്ലാസ്സിന്റെ ഒക്കെ വർക്ക്ഷീറ്റുകൾ. അത് ക്യാൻവയിലാണ് നമ്മൾ ഈ കോമ്പോസിറ്റ് ചെയ്യുന്നത്. ഇപ്പൊ ഒരെണ്ണം തുറന്ന് കാണിക്കരുത്. ഇത് 1ാം ക്ലാസ്സിന്റെ ഒരു വർക്കാണ്. ഒരു വർക്ക്ഷീറ്റ്, ഒരു വായനാ കാർഡ്, റീഡിംഗ് കാർഡ് ഇട്ടേക്കുന്നതാണ്. ഇത് 14 വരെയൊക്കെ ആയി. ഇപ്പൊ സ്കൂള് തുറന്നപ്പോ ചെയ്തതാണ്. 14 വരെ ആയി. എല്ലാ ദിവസവും ഒരു കാർഡ് വെച്ച് അയച്ചുകൊണ്ടിരിക്കുക. ഇത് ചാറ്റ് ജി പി ടിയിലൊക്കെ വളരെ ഈസി ആയിട്ട് ചെയ്യണ സാധനമാണ്. പിന്നെ ഒരു പ്രൊഫഷണലിസം അതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇപ്പൊ സാധാരണ ചെയ്യുന്ന ഒരാളും സ്ഥിരമായിട്ട് ചെയ്യുന്ന ആളും തമ്മിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം കാണുമല്ലോ. ഇപ്പൊ ഇങ്ങനെ നമ്മൾ പോസ്റ്റ് ചെയ്തിടും, അപ്പോൾ ടീച്ചേഴ്സ് സജഷൻസ് പറയും, അത് അങ്ങനെയല്ല, ഇങ്ങനെ കുറച്ചും കൂടെ ഇങ്ങനെ ആയിരുന്നെങ്കിൽ നല്ലതെന്ന്. അങ്ങനെയൊക്കെ നമ്മൾ മാറ്റമൊക്കെ വരുത്തുന്നുണ്ട്. എനിവേ സംഭവം ഫുള്ളും ഇതാണ്. ഫുള്ള് എ ഐയുടെ പരിപാടിയാണ്. എ ഐ ആണ് ഇതിന്റെ സ്റ്റാർ എന്ന് പറയുന്നത്.
അപ്പൊ ഇങ്ങനെ ഒരു പേജ്, രണ്ട് പേജ്, മൂന്ന് പേജ്, നാല് പേജ്, ഓരോന്നോരോന്നായിട്ട് നമ്മളിപ്പോ 14 എണ്ണം ചെയ്തു വെച്ചിട്ടുണ്ട്. അതിൽ ഏകദേശം 11 എണ്ണം വരെയൊക്കെ പോയിട്ടുണ്ട്. ഇപ്പൊ നാളെ വരാം, നാളെ അപ്ലോഡ് ചെയ്യാം. അത് ഇതോ ആയിരിക്കും നാളെ പോകും. ഓക്കെ, അപ്പൊ അതാണ് നമ്മുടെ ക്യാൻവ. ക്യാൻവയിൽ നമ്മൾ പേജ് ബൈ വൺ ആയിട്ട് ഇങ്ങനെ ചെയ്യാൻ സാധിക്കും. എന്താണ് ചെയ്യുന്നത്? കോമ്പോസിറ്റ് എല്ലാം വെളിയിൽ നിന്നുള്ള പല സാധനങ്ങളൊക്കെ നമ്മൾ ചേർത്ത് ഒരുമിച്ച് അടുക്കി ഇത് ഇതുപോലത്തെ ഇവിടെ പല പല വർക്ക് ജനറൽ നോളജിന്റെ ഒക്കെ എല്ലാ ദിവസവും വരുന്നതാണ്. മലയാളത്തിന്റെ മറ്റു പലതും പ്ലാനിങ്ങിലുണ്ട്. അപ്പോൾ അത് ക്യാൻവ. ഇനി നമുക്ക് സ്വന്തമായിട്ട് ഒരെണ്ണം, ഒരു ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു പേജ് എങ്ങനെ എടുക്കാം. ഇതിലോട്ടൊക്കെ വരുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നമുക്കൊരു ധാരണ വേണം എന്താണ് നമ്മൾ ചെയ്യാൻ വേണ്ടത്, നമുക്ക് ആർക്കാണ് കൊടുക്കേണ്ടത്, ഏത് പ്ലാറ്റ്ഫോമിലാണ് നമ്മൾ ഇത് കാണുന്നത്. ഇപ്പോ നേരത്തെ പറഞ്ഞു പ്രൊജക്ടറിൽ ചെയ്യണമെങ്കിൽ PPT ഫോർമാറ്റ് ഇതിൽ ക്ലിക്ക് ചെയ്ത് ചെയ്യാം. ഇനി ചെറിയ സൈസ് ഒക്കെ മതിയെങ്കിൽ നമുക്ക് ഇത് കൊടുക്കാം. ഇനി A4 വേണമെങ്കിൽ A4 എന്ന് അടിച്ചു കൊടുക്കാം. A4 എന്ന് അടിച്ചു കൊടുക്കാം. ഇവിടെ അല്ല, ക്രിയേറ്റ് ന്യൂ എടുത്തിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ കേട്ടോ. ഇതിപ്പോ ഉം, ഇതൊക്കെ ഞാൻ എന്റെ വർക്കുകളാണ് ഇവിടെ കിടക്കുന്നത്. ഇനി പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ ക്രിയേറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ കൊടുത്ത് അവിടെ A4, ഇപ്പോൾ ഒരു A4 പേപ്പർ കിട്ടണമെന്ന് വെച്ചാൽ നമ്മളൊരു A4, ഒരു റീഡിംഗ് കാർഡ് A4 സൈസിലുള്ള പ്രിന്റ് എടുക്കാൻ കണക്കാക്കി വരണം. പോർട്രേറ്റോ ലാൻഡ്സ്കേപ്പോ ഏതാണ് വേണ്ടത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് A4 പേപ്പർ കിട്ടും. ഞാൻ ക്യാൻവയുടെ ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ട് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമാണ് പറയുന്നത്. ഒരുപാട് പേര് ഇപ്പോഴും ക്യാൻവയിൽ വർക്ക് ചെയ്യുന്ന അധ്യാപകരുണ്ട്. അവർക്ക് അറിയാം. അല്ല, പുതുതായിട്ട് ഒന്നും അറിഞ്ഞുകൂടാത്ത ഒരാൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ബേസിക് ആയിട്ട് പറയുന്നത്. നമ്മൾ ഒരുപാട് ക്യാൻവ ഒന്നും അല്ല പഠിക്കുന്നത്. നമ്മൾ പഠിക്കുന്നത് AI ചെയ്യുന്ന സാധനം ഇതിനെ കൊണ്ട് ഇടുക, അത്രേ ഉള്ളൂ പരിപാടി. പിന്നെ ഇതിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകും. ഇത് ടെംപ്ലേറ്റുകളാണ്. ഈ കാണുന്നതൊക്കെ ടെംപ്ലേറ്റ് ആണ്. നമുക്ക് ഇതിൽ ഏതെങ്കിലും ടെംപ്ലേറ്റ് ഉൾപ്പെടുത്തണമെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി, അതിവിടെ വരും. ഈ ലേഡി ഇത് ഇങ്ങനെയൊക്കെ ഇങ്ങനെ. നമുക്കിപ്പോൾ അതൊന്നും വേണ്ട, നമ്മൾ അതിനെയൊക്കെ ടാറ്റ പറയാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇതാണ് ഇത്. ഈ സൈഡിൽ നമ്മൾ അതിന്റെ ടെക്സ്റ്റ്, അതിന്റെ മറ്റ് ടൂളുകള് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടെക്സ്റ്റ് കാണിക്കും. ഏറ്റവും വലുതാണ് ഈ ആഡ് ഹെഡിങ്, ഏറ്റവും വലുത്. അതിനേക്കാളും ചെറുത് ബോഡി ടെക്സ്റ്റിന് ഇതൊക്കെ ഉപയോഗിക്കാം. ഇപ്പൊ ഒരെണ്ണം ചെയ്ത് കാണിക്കാം. അപ്പൊ ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് കണ്ടോ, അതിനെ നമുക്ക് വലുതാക്കുകയോ ചെറുതാക്കുകയോ അല്ലെങ്കിൽ ഇതിന്റെ എത്ര കോപ്പികൾ എടുക്കുകയൊക്കെ ചെയ്യാം. അതിന്റെ ചെറുതുമൊക്കെ നമുക്കിവിടെ ഉണ്ട്. അപ്പോ അതായല്ലോ, അതായി. ഇനി മറ്റു കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എലമെന്റ്സ്, അതും കൂടെ ഒന്ന് പറയാം. ടെക്സ്റ്റും എലമെന്റ്സും ഇപ്പൊ പറയാം, ബാക്കിയുള്ള വഴിയിലെത്താം. ഈ എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് ഇഷ്ടമുള്ള, ഇപ്പൊ ഒരു കുട്ടിയുടെ ഒക്കെ കാണുന്നില്ല, ഇതൊക്കെ നമുക്ക് ഇതിനകത്ത് ഉൾപ്പെടുത്തണമെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി, ഇവിടെ വരും. ഇനി വേറെ എന്തെങ്കിലും വേണമെങ്കിൽ ഒരു ടീച്ചർ എന്ന് മാത്രം ഒന്ന് അടിച്ചു കൊടുക്കുക. അപ്പം കുറേ ടീച്ചർമാര് സെക്ഷൻ ബൈ സെക്ഷൻ തിരിച്ചു തരും. ഇത് ഫുള്ള് ഗ്രാഫിക്സ്, ഇത് ഫോട്ടോ, ഇത് വീഡിയോ, അങ്ങനെ സെക്ഷൻ ബൈ സെക്ഷനാണ്. 3D ഒക്കെ തന്നു. കാർട്ടൂൺ വേണമെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറെ കാർട്ടൂൺ കാണാം. ഇതൊക്കെ നമുക്ക് ഇതിനകത്ത് ഉൾപ്പെടുത്താം. കണ്ടോ, ഫണ്ടമെന്റലെ കാര്യമാണ്. ഇത്രയും അതിനകത്ത് ഇത്രയും പറഞ്ഞിരുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ മെയിൻ കാര്യത്തിലേക്ക് കിടക്കാം. കഴിഞ്ഞില്ലേടേ, എന്തോന്നു 1 മണിക്കൂറായി. ആ, ഇത്രയും സമയം എടുക്കേണ്ട കാര്യമില്ലല്ലോ. ഹാലൂസിനേഷനിലായി പോയോ എന്തോ. ഈ എക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ടേ. ഇങ്ങനെ ഇരുന്ന ഇരിപ്പ് കണ്ടാ, അത് ഓൾറെഡി തന്നതാണ്. കണ്ടാ, ഉറങ്ങിപ്പോയി പാവം. ഇനി അതിനെ ഞാൻ കോപ്പി എടുക്കുകയാണെ. കോപ്പി ഇമേജ്,
ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ്. കോപ്പി പേസ്റ്റിൽ വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ, എല്ലാവർക്കും അറിയാം എന്നുള്ള ധാരണയിൽ അങ്ങ് പോവാണ്. ഇതാണ് സാർ. ഇനി ഇതിനൊന്ന് നമുക്ക് വലുതാക്കി ഇതിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടോ എന്നുള്ളത് നോക്കാം. വായിച്ച് ഉത്തരം എഴുതുക. കഥ. അനു തന്റെ വീട്ടുമുറ്റത്ത് ഒരു മാവിൻ തൈ നട്ടു. അവൾ ദിവസവും അതിന് വെള്ളം ഒഴിക്കുകയും, ഇവിടെ ഒരു പ്രശ്നം തോന്നുന്നില്ലേ, പരിപാലിക്കുകയും. ഇക്കായുടെ പൊട്ടിപ്പോയി. ഏതാനും വർഷങ്ങൾക്ക് ശേഷം മരം വളർന്ന് ധാരാളം മാമ്പഴങ്ങൾ കായ്ച്ചു. അനു തന്റെ കൂട്ടുകാർക്ക് അയൽവാസികൾക്ക് മാമ്പഴങ്ങൾ. ഈ മാമ്പഴങ്ങളുണ്ടല്ലോ, ഈ പൊട്ടിപ്പോയ, ഇതിനെ ഞാൻ ഒന്ന് കറക്റ്റ് ചെയ്ത് കാണിച്ചു തരാം. ഉം. അതിനുവേണ്ടി നേരത്തെ എടുത്ത പോലെ ടെക്സ്റ്റ് എടുത്തു. ഒരു ചെറിയൊരു ടെക്സ്റ്റ്, ഇതിലേത് നമുക്ക് സൗകര്യം കൈവാക്കുള്ളത് എടുക്കുക. ഈ മാമ്പഴങ്ങൾ ടൈപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് നേരത്തെ പറഞ്ഞ മംഗ്ലീഷ് വേണം. ഫോണിൽ ചെയ്യുന്നവർക്ക് മംഗ്ലീഷ് ഒന്നും വേണ്ട, ധാരാളം അടിക്കാം. മാമ്പഴ മാമ്പഴങ്ങൾ മാമ്പഴങ്ങൾ മാമ്പഴം ഇത്രയോ. ഇതിനെയൊക്കെ ഞാൻ അവിടെ കൊണ്ടുപോയി. ഹലോ ടീച്ചേഴ്സ്, കോപ്പി പേസ്റ്റ് ഇത്രേ ഉള്ളൂ. ഉണ്ടാ, ഈ മാമ്പഴങ്ങൾ ഞാൻ അവിടെ കൊണ്ടുവയ്ക്കാൻ പോകാം. സംശയമൊന്നുമില്ലല്ലോ, മാമ്പഴങ്ങൾ. ഇനി വേണം നിങ്ങളുടെ പെൻസിലും പേനയൊക്കെ എടുത്ത് വെച്ചോളൂ. ഇനിയാണ് ഇതിൽ എങ്ങനെയാണ് കൊണ്ടുവയ്ക്കേണ്ടത്. വെറുതെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും വരിക, അല്ലേ? അപ്പൊ ബാക്കി കിടക്കുന്ന ആള് കാണാൻ പറ്റും. അപ്പൊ അത് പാടില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ കാണുന്ന കളർ, ഒരു ചന്ദന കളറോളം വരില്ലേ, ആ കളർ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ അപ്ലൈ ചെയ്യും. അതാണ് ടെക്നിക്ക്. അപ്പൊ അതിന് വേണ്ടിയിട്ട് എഴുതിക്കോളൂ: എഫക്ട്സ്, ബാക്ക്ഗ്രൗണ്ട്, എഫക്റ്റ്. അതിനകത്ത് എഫക്റ്റ് എന്ന് കൊടുക്കുമ്പോൾ ഇവിടെ ഒരു ചങ്ങാതി വരും, എഫക്ട്സിന്റെ സെറ്റിങ്സ്. ഒരു കാര്യം പ്രത്യേകം നോട്ട് ചെയ്യണം, സാധാരണ എന്തെങ്കിലും ചെയ്ത എഫക്ട്സ് ഇവിടെ കാണില്ല. നമ്മൾ ഇവനെ സെലക്ട് ചെയ്തിരിക്കണം. ഇവനെ സെലക്ട് ചെയ്താൽ മാത്രമേ ഇവിടെ ഈ അതിന്റെ സെറ്റിങ്സ് വരത്തും. എന്ത് സാധനത്തിനാണ് സെലക്ട് ചെയ്താലും അതിന്റെ സെറ്റിംഗ് വരത്തും. ഇപ്പൊ മാമ്പഴങ്ങൾ എന്ന് പറഞ്ഞ് ഞാൻ ടൈപ്പ് ചെയ്ത ഈ ടെക്സ്റ്റിനെ സെലക്ട് ചെയ്തപ്പോഴാണ് ഇതിന്റെ മുകളിൽ എഫക്ട് വന്നത്. അതിൻ്റെ അകത്തുനിന്ന് എഫക്ട്സ് ഉണ്ട്. ഫോണിൽ ചെയ്യുന്നവർക്ക് ഒന്ന് പറഞ്ഞു തരട്ടെ. ഫോണിൽ എന്നോടൊപ്പം ചെയ്യുന്ന അധ്യാപകർക്ക് വേണ്ടിയിട്ട് എന്താണെന്ന് പറഞ്ഞു, ചില ടീച്ചേഴ്സിന് ക്ലാസ് എടുക്കുമ്പോഴേ സംശയം വരും, അല്ല വെറുതെ ഇരിക്കുമ്പോൾ ഒരു ഡൗട്ട് വരും. സംശയങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ ഫോണിലുള്ള ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. നിങ്ങൾ എൻ്റെ കൂടെ ഫോണിൽ എടുത്തോണേ. കാണാൻ പറ്റില്ല, ഞാൻ പറയുമ്പോൾ മനസ്സിലാവും. ആ ടെക്സ്റ്റിനെ സെലക്ട് ചെയ്യാം. ടെക്സ്റ്റിനെ സെലക്ട് ചെയ്യുമ്പോൾ താഴെ എഡിറ്റ്, ഫോണ്ട്, സ്റ്റൈൽ, ടെക്സ്റ്റ് സ്റ്റൈലൊക്കെ കാണുമല്ലോ, ഇല്ലേ? കാണുന്നില്ലേ? അതില് ഒന്ന് ഞെക്കണം. വിരലിങ്ങനെ ഞെക്കിയിട്ട് ഇങ്ങോട്ട് വലിക്കണം. അപ്പൊ എഫക്ട്സ് എന്ന് പറഞ്ഞൊരു സാധനം കാണും. എഫക്ട്സ്. ഈ ക്ലാസ് നമ്മുടെ ഈ വീഡിയോ ഒന്ന് തീർന്നിട്ട് ഞാൻ മൊബൈലിലോട്ട് ഒന്ന് ഇത് ഒരു കൂടെ പറഞ്ഞു തരാമേ. 9 മണി കഴിഞ്ഞിട്ട് മൊബൈലിൽ ഒരു പ്രാവശ്യം ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ ലാപ്ടോപ്പിൽ ചെയ്തിട്ട് നമ്മളെ വീഡിയോ ഒക്കെ റെക്കോർഡിംഗ് ഒക്കെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചതിന് ശേഷം മൊബൈലിൽ കാണിച്ചു തരാം. കാരണം എന്താണെന്ന് വെച്ചാൽ ലാപ്ടോപ്പിൽ ക്ലാസ് എടുത്തല്ലോ. ക്യാൻവ ഫോണിൽ ചെയ്യാൻ തുടക്കം മുതൽ പറയൂ. ഓ, അതാണ് ഞാൻ പറഞ്ഞു വന്നത് ടീച്ചറെ. ഞാൻ ഫോണിൽ കാണിച്ചു തരാമേ. ഇപ്പൊ ഒന്ന് ലാപ്ടോപ്പിൽ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരിക്കൽ കൂടെ ഫോണിൽ ലൈവായിട്ട് കാണിച്ചു തരാം. അപ്പൊ ഈ മാമ്പഴങ്ങൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടിരുന്നോ? ഈ മാമ്പഴങ്ങൾ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കും. അതിനെ എഫക്ട്സിൽ ക്ലിക്ക് ചെയ്യും. ഞാൻ ഇവിടെ ഇരുന്നാലും നിങ്ങളുടെ മനസ്സ് എനിക്ക് വായിക്കാൻ പറ്റും. കണ്ടോ, ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞില്ല, അപ്പോഴാണ് ടീച്ചർ മെസ്സേജ് വായിച്ചു. അപ്പൊ ഈ കളർ, താഴെ ഒരു കളർ കണ്ടോ, നമ്മളിവിടെ ഈ കാണുന്ന ഏത് കളർ വേണമെങ്കിലും നമുക്ക് ഇതിനകത്ത് അപ്ലൈ ചെയ്യാം. എന്നാൽ
പർപ്പസ് ആയിട്ട് നമുക്ക് ആ കളർ തന്നെ പിക്ക് ചെയ്യണമെങ്കിൽ അതിനും വഴിയുണ്ട്. അതിന് വേണ്ടിയതാ ഇവിടെ ഒരു പിക്കർ, കളർ പിക്ക് വന്നിട്ടുണ്ട്. നേരത്തെ ഇതിന്റെ അകത്തായിരുന്നു, ഇപ്പം വെളിയിലെത്താം. കണ്ട, കളർ പിക്കർ ഇവിടെ നേരത്തെ ഇതിന്റെ അകത്ത് കൊണ്ടുവച്ചിരുന്നു, ഇപ്പൊ അടുത്ത് വെളിയിൽ വെച്ചിട്ടുണ്ട്. കണ്ടല്ലോ, പിക്കർ, പിക്കേ കളർ. ഇപ്പൊ നോക്കൂ സംഭവം. ഈ മാമ്പഴ എടുത്ത് വച്ച ഇങ്ങനെ ഒരു സാധനം ബോൾട്ടും കൂടെ മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ ജഗപകം. ടൻ ടടേൻ. കണ്ടോ, മാമ്പഴങ്ങൾ. ഇതാണ് ടെക്നിക്ക്. ഒരിക്കൽ കൂടെ പറയാം. പല പല കളറുകൾ ഞാൻ കളർഫുൾ ആയിട്ട് എടുത്തത് അതുകൊണ്ടാണ്. ഇനിയിപ്പോ വൈറ്റ് തന്നെയാണെങ്കിൽ, ഇപ്പൊ മലയാളം ആണെങ്കിൽ നമുക്ക് ഇതിന്റെ പുറത്ത് എടുത്ത് വെച്ചിട്ട് വൈറ്റിനെ ബാക്ക്ഗ്രൗണ്ട് ആക്കിയിട്ട അപ്പൊ ഈ മലയാളം വേണ്ട, വേറെ മലയാളം വേണമെന്ന് വിചാരിച്ചു. കണക്ക് നൽകും, കണക്ക് വർക്ക്ഷീറ്റ് നൽകിയിട്ട് ഇത് കണക്കാണെന്ന് വിചാരിച്ചു, മലയാളം വേണ്ട, കണക്ക്. അപ്പൊ അതിനകത്ത് ഈ ടെക്സ്റ്റ് പറഞ്ഞ എടുത്ത് ഇത് ടെക്സ്റ്റ് എടുത്തു, കണക്കെടുത്തു, കണക്ക് കൊണ്ട് ഇവിടെ വെച്ചു, ടെക്സ്റ്റിനെ ചെറുതാക്കി ഇവിടെ കൊണ്ടുവച്ചു, കണക്ക്. എന്നിട്ട് എഫക്ട്സിൽ ക്ലിക്ക് ചെയ്തിട്ട് ബാക്ക്ഗ്രൗണ്ട് ക്ലിക്ക് ചെയ്യണം. എഫക്ട്സിലെ ബാക്ക്ഗ്രൗണ്ട് അത്രേ ഉള്ളൂ, ഇതായിട്ട് എഴുതണമെന്നൊന്നുമില്ല. എഫക്ട്സ് ബാക്ക്ഗ്രൗണ്ട്, ബാക്ക്ഗ്രൗണ്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ മഞ്ഞ കളർ വരും. ഇവന്റെ അകത്ത് റൗണ്ട്നെസ് ചേഞ്ച് ചെയ്യാനുള്ള സാധനമുണ്ട്, സ്പ്രെഡ് കുറയ്ക്കാനും കൂട്ടാനുള്ള സാധനമുണ്ട്, ട്രാൻസ്പെറൻസി കൂട്ടാനും കുറയ്ക്കാനുള്ള സാധനമുണ്ട്. ട്രാൻസ്പെറൻസി ഫുള്ള് വരുന്നതായിരിക്കും നല്ലത്. ഇവിടുത്തെ കേസിൽ നമുക്ക് വെള്ളം മതി. കണക്ക് വർക്ക്ഷീറ്റ് കണ്ടല്ലോ. ഈ കണക്ക് വർക്ക്ഷീറ്റിന്റെ കളർ നമുക്ക് മാറ്റണ്ടേ? അത് നേരത്തെ പറഞ്ഞ ടെക്നിക്ക് ഉപയോഗിക്കാം. അത് പക്ഷെ ഇതിന്റെ അകത്താണേ, ഇതിന്റെ അകത്താണ്. ഇതിന്റെ അകത്ത് ക്ലിക്ക് ചെയ്തിട്ട് പിക്ക് കളർ കൊടുത്ത് ഇങ്ങനെ കൊടുക്കുമ്പോൾ സംഭവം ഓക്കെ. സംഭവം ഓക്കെ. കണ്ടല്ലോ, 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 കണ്ടല്ലോ. ഓക്കെ. ഇനി ഇതിൻ്റെ അത് വേറെ ചില തരികിട പരിപാടികളൊക്കെ കാണിക്കാറുണ്ട്. ഇപ്പം എന്തെങ്കിലും ഒരു സാധനം കാണണ്ട എങ്കിൽ മറച്ചു വെക്കാനായിട്ട് എലമെന്റ്സ് എടുത്തിട്ട് ഷേപ്പ് എടുക്കാം. ഷേപ്പ് എന്തെങ്കിലും ഒരു സാധനം, ഇപ്പം ബന്ധമില്ലാത്ത ഒരു സാധനം ഇരിക്കാം, അപ്പൊ നമുക്ക് അതിനെ മറച്ചു വെക്കാം. അപ്പൊ അതിനുവേണ്ടി ഒരു ഷേപ്പ് എടുത്ത് ഒരു ബോക്സ് എടുക്കാം. ഇട്ടിട്ട് ബന്ധമില്ലാത്ത ഒരു സാധനം ഉണ്ടെന്ന് വെച്ചോ. അപ്പൊ അതിനെ നമുക്ക് ഇങ്ങനെ ഇതിന്റെ കളർ നമുക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്ത് കൊടുത്ത് ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ഷേപ്പിനകത്താണ്. പിന്നെ ഇനി ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് രസമുള്ള 10,000-10,000 മുകളിൽ ഷേപ്പുകളുണ്ട്. കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് സാധനങ്ങൾ നമ്മൾ അതിനകത്ത് എന്ത് കൊടുത്താലും കിട്ടും. ഫർണിച്ചേഴ്സ് എന്ത് വേണം ഈ എലമെന്റ്സിനകത്ത് നിന്ന് എടുക്കാം കേട്ടോ. സാർ ഇതേ ആ നമ്മൾ പറയാം. മൊബൈലിൽ ചെയ്യുന്ന സമയത്ത് ഉം. നമ്മളിപ്പോ ഫോണിന്റെ ടെക്സ്റ്റ് എടുത്തിട്ട് ഞാനൊരു വാക്ക് ഇപ്പൊ ഇഷ്ടമുള്ള എന്ന വാക്കാണ് തെറ്റ്, അത് ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുത്തു. തൊട്ട് താഴെയുള്ള ആഡിയോ ബാൻഡ് ഫോണ്ട് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യണോ? ടെക്സ്റ്റ് എടുത്തിട്ട് താഴെ, അല്ല എന്ത് ചെയ്യാനായിരുന്നു, അതിനെ പുറത്ത് വയ്ക്കാനാണോ, ഒരു ടെക്സ്റ്റിന്റെ മുകളിൽ വെക്കാനാണോ ഉദ്ദേശിച്ചത്? വേർഡ് തെറ്റിയ വേർഡ് മാറ്റാൻ വേണ്ടി. മറ്റേ എഫക്ട്സ് എന്ന് പറഞ്ഞ ഒരു സാധനം കാണാൻ പറ്റിയ താഴെ എഡിറ്റ് ഉണ്ട്, ഫോണ്ട് ഉണ്ട്, ടെക്സ്റ്റ് സ്റ്റൈൽ ഉണ്ട്, ഫോണ്ട് സൈസ് ഉണ്ട്. കണ്ടോ, കണ്ടോ ടീച്ചർ, കണ്ടോ? മൊബൈലില് ടെക്സ്റ്റ് കാണുന്നില്ല sir. മൊബൈലിൽ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ടെക്സ്റ്റിനെ സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്താ ഒരു സെക്കൻഡ്.
നിങ്ങൾ ആദ്യം ആ ടെക്സ്റ്റ് കൊണ്ട് വച്ചാ നമുക്ക് മാറ്റം വരുത്തേണ്ട പുതിയ ടെക്സ്റ്റ് കൊണ്ട് വച്ചാ. സാർ അതാണ് അവിടം വരാണെന്ന് ക്ലിയർ. അതായത് ആദ്യം നമ്മൾ ടെക്സ്റ്റിൽ പോയിട്ട് നമ്മൾ തിരുത്തേണ്ട വാക്ക് എൻ്റർ ചെയ്യണ്ടേ? ഉം. അതെ. ഇല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇതൊന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് ഞാൻ മൊബൈലിൽ കാണിച്ചു തരാം. ഇത് ഈ ഉം. ഡെസ്ക്ടോപ്പിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടോ? അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്തിട്ട് ഞാൻ ഫോണിലോട്ട് നോക്കാം. ആർക്കെങ്കിലും ഈ പറഞ്ഞതിൽ ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറിൽ ചെയ്യുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒന്ന് പറഞ്ഞു നിർത്താം. ഇല്ലെങ്കിൽ മൊബൈലിലോട്ട് മാറാം. 40 പേരുണ്ട്, ആർക്കും സംശയമില്ല. ഓക്കെ, അപ്പൊ അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഈ ഫോണിൽ ചെയ്തത് കാണിച്ചു തരാം. 603 868 603 868 ജോയിൻ 603 868. Recording in progress. ഹലോ. കേക്കാല്ലേ? എന്റെ ഫോൺ കാണാവോ? ഈ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യുന്നത് കാണാവോ? കാണാം സാർ, കാണാം. കാണുന്നുണ്ട് സാർ. ഓക്കെ. ആദ്യം മുതൽ ചെയ്യാം. കോപ്പി.
ക്രിയേറ്റ് A4 ഏതെങ്കിലും ഒരെണ്ണം. ആവശ്യമില്ലാത്ത എല്ലാം ഡിലീറ്റ് ചെയ്യാം. ഈ 3 ഡോട്ട് ഉണ്ടല്ലോ, അതിൽ ക്ലിക്ക് ചെയ്ത് പേസ്റ്റ്. ഓക്കെ, 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തപ്പോൾ കോപ്പി പേസ്റ്റ് കോളം, അപ്പൊ അതിൽ പേസ്റ്റ്. സാർ സൗണ്ട് ഒന്നും ക്ലിയർ ആവണില്ല. ഫോണിലായതുകൊണ്ടാണ് എക്കോ വരുന്നല്ലേ. അതെ സാർ, എക്കോ ഉണ്ട് നല്ലോണം. ഞാൻ ലാപ്ടോപ്പിന്റെ അടുത്തിരിക്കുന്നുണ്ടോ, ഇപ്പൊ ഒന്ന് മാറി. ഇപ്പോ എക്കോ ഉണ്ടോ? ഇപ്പോ ഇല്ല, ഇപ്പൊ പിന്നെയും ക്ലിയർ ഉണ്ട്. ഇല്ല. ഇനി അതിനൊന്ന് ജസ്റ്റ് ഒന്ന് വലുതാക്കി കാണിച്ചു തരാം. മാമ്പഴം, ദാ ഇവിടെയാണ് മാമ്പഴങ്ങൾ, കണ്ടോ മാമ്പഴം. ഇപ്പോ ടെക്സ്റ്റ് എടുത്ത് ആഡ് ഹെഡിങ്, മാമ്പഴ, കണ്ടല്ലോ, ഇങ്ങനെ കൊണ്ടുവയ്ക്കുക. 2 പേരിലും കൊണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ ചെറുതാക്കാം. പൊസിഷനിൽ കൊണ്ടുവയ്ക്കുക. ഇനി ഈ ടെക്സ്റ്റിനെ ഞാൻ സെലക്ട് ചെയ്താ വെച്ചേക്കണം. സെലക്ട് ചെയ്താലേ ഇത് കാണിക്കുള്ളൂ, ഇല്ലെങ്കിൽ ഇവിടെ കാണിക്കത്തില്ല. ഇപ്പോൾ ഞാൻ സെലക്ട് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ഇവിടെ കാണിക്കാത്തത്. മാമ്പഴങ്ങൾ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ താഴെ കാണിക്കും, കണ്ടോ? ഇങ്ങനെ വരണം. എഡിറ്റ് ഫോണ്ട്, അതിനകത്ത് നിന്ന് എഫക്ട്സ് എന്ന് പറഞ്ഞ് കാണിക്കുന്ന ആ ഓപ്ഷൻ എടുക്കും. ഇത് കാണിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കണം? സെലക്ട് ചെയ്തിരിക്കണം. ഇപ്പൊ എഫക്ട്സ് വന്നു. ഇനി എഫക്ട്സിൽ ക്ലിക്ക് ചെയ്തിട്ട് ബാക്ക്ഗ്രൗണ്ട്, ഇനി അതിനകത്ത് ഇവിടെ താഴോട്ട് ഇങ്ങനെ, അല്ല സോറി, വീണ്ടും ഒരിക്കൽ കൂടെ കാണിച്ചു തരാം. എഫക്ട്സ് ക്ലിക്ക് ചെയ്തിട്ട് ഈ എഫക്ട്സിന്റെ ഒരു വര കാണിക്കുന്നില്ല അടുക്കായിട്ട്, ബാക്ക്ഗ്രൗണ്ടിന്റെ അവിടെ ഒരു ബോക്സ് പോലെ, അവിടെ ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് അതിന്റെ ഓപ്ഷൻ വരുന്നത്. ഒരിക്കൽ കൂടെ കാണിച്ചു തരാം. ആ ബാക്ക്ഗ്രൗണ്ടിന്റെ അവിടെ മുകളിൽ ഒരു കുറെ ലൈനും ഉണ്ടയൊക്കെ ഉണ്ടല്ലോ, അതിൽ ക്ലിക്ക് ചെയ്താൽ മതി. അതിൽ ക്ലിക്ക് ചെയ്യും, AG എന്ന് പറഞ്ഞ് കാണിച്ചതിന്റെ മുകളിൽ. അപ്പൊ ഇതിന്റെ സെറ്റിങ്സ് കാണിക്കും. പിന്നെ റൗണ്ട്നെസ് ചേഞ്ച് ചെയ്യാം, സ്പ്രെഡ് കുറയ്ക്കാൻ കൂട്ടാം, നിറം മാറണമെങ്കിൽ മഞ്ഞയിൽ ക്ലിക്ക് ചെയ്താൽ. ഈ നമ്മുടെ കാണുന്നുണ്ടല്ലോ കളർ പിക്കർ, അതെടുക്കുക. അതെടുത്തിട്ട് ഇവിടെയാണ് ഏത് കളറാണ് വേണ്ട അവിടെ കൊണ്ട്, ഇത്രേ ഉള്ളൂ പരിപാടി. ഫോണിൽ ചെയ്യുമ്പോ ഇച്ചിരി കൈ വഴങ്ങാണ്ടതുണ്ട് സാറേ, പക്ഷെ ആ കേട്ടോ. ഫോണ്ടിന്റെ അങ്ങനെ എന്തെങ്കിലും മാറ്റാവുന്ന വഴിയുണ്ടോ? ഇതിപ്പോ ഫോണ്ട് ഒരു നമുക്ക് ഡാർക്ക് ആയിട്ട് നിൽക്കില്ലേ, മറ്റേതൊരു അത് ലൈറ്റ്. ബോൾഡ് മാറ്റിയിട്ട് ബോൾഡ് അങ്ങ് മാറ്റിയാൽ ഇപ്പൊ ശരിയായില്ലേ? സാർ എന്റെ ഫോണിന്റെ അവിടുന്ന് മൂവ് ചെയ്യുന്നില്ല, അവിടെ തന്നെ സ്റ്റക്ക് ആയിട്ട് നിൽക്കുന്നു. ഫോണ്ടാ? അപ്പൊ നിങ്ങൾ ലോക്ക് ചെയ്തിട്ടുണ്ടോ? ഇതിനകത്ത് ഞാൻ ലോക്ക് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴേ ലോക്ക് ഉണ്ടോ? ലോക്ക്, ഈ ലോക്ക് ഓൺ ആക്കി വെച്ച് കഴിഞ്ഞാൽ അനങ്ങൂല, ഇങ്ങനെ തന്നെ ഇരിക്കും. ആ പൂട്ടിൽ ഒരു പ്രാവശ്യം കൂടെ അത് എവിടെ
സാർ ഒന്നുകൂടെ കാണിക്കോ ലോക്ക് മാറ്റുന്ന എവിടെ? ആ ടെക്സ്റ്റിന്റെ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴേ നമ്മൾ സാധാരണ ഈ മൂന്ന് ഡോട്ട് കാണിക്കൂലേ? 3 ഡോട്ട് കാണിക്കൂലേ? ഞാൻ ഇതിനെ സെലക്ട് ചെയ്തപ്പോഴേ ആ ടെക്സ്റ്റിനെ സെലക്ട് ചെയ്തപ്പോ 3 ഡോട്ട് കാണിച്ചു. കണ്ടോ? ഒരു മിനിറ്റ് സാർ, നോക്കട്ടെ. സാർ ആ അതിൽ ഏതാണ് സാർ? അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ലോക്ക് കാണിക്കും. ലോക്ക് കമന്റ്, ലോക്ക് പൊസിഷൻ ആൻഡ് അപ്പിയറൻസ് എന്ന് പറയുന്ന സാധനമുണ്ട്. ലോക്ക് ഉണ്ട്. ലോക്ക് പൊസിഷൻ ആൻഡ് അപ്പിയറൻസ് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ മറ്റു ബാക്കിയുള്ളതൊക്കെ പോകും. അത് അങ്ങനെ തന്നെ നിൽക്കും. ഇതിപ്പോ ബാക്ക്ഗ്രൗണ്ട് ആണ് മൂവ് ആവുക. 11 നീങ്ങൂ. അത് വീണ്ടും മാറ്റാൻ വേണ്ടി അതിൽ ക്ലിക്ക് ചെയ്തിട്ട് 2 പ്രാവശ്യം ക്ലിക്ക് ചെയ്ത് കൊടുത്ത ഇപ്പൊ ലോക്കൊന്നും ഇല്ല. ഇനിയൊന്ന് വേറൊന്ന് പറഞ്ഞിരുന്നല്ലോ, ഇനി ഒരെണ്ണം കൂടെ ചെയ്ത് കാണിച്ചു തരാം. ഇനി നമുക്ക് ഇച്ചിരി ഇത് ഒരു പ്രാവശ്യം ഇങ്ങനെ ഈ ടിക്ക് ഉണ്ടല്ലോ, ഇങ്ങനെ താഴെ ഒരു ടിക്ക് കാണിക്കുന്നില്ലേ? അണ്ടു കൊടുക്കുകയാണെ മുകളിൽ അണ്ടു. ഈ ടിക്ക് താഴെ ഒരു ടിക്ക് കാണിക്കുന്നുണ്ടല്ലോ, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ചേഞ്ച് അക്സെപ്റ്റ് ആവും. ഇതിൽ വരുത്തിയ മാറ്റം അക്സെപ്റ്റ് ആവും. പിന്നെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നം വരില്ല. ഫോണിൽ ഒന്ന് കൈ തെളിഞ്ഞ് വരാൻ ഇത്തിരി സമയം പിടിക്കും. ഇത്തിരി പാടാണ്. കുറെ ചെയ്തു വരുമ്പോൾ ശരിയാവും. നമുക്ക് പിന്നെ ഇതാണ് പണി എന്നുള്ളത് കൊണ്ട് പെട്ടെന്ന് ചെയ്യണമെന്നേ ഉള്ളൂ. വാക്യം എന്ന് പറയുന്നത് മാറ്റട്ടെ, വേറൊരു വാക്യം കൊണ്ടുവയ്ക്കാം. ടെക്സ്റ്റ് എടുത്ത് ചെറിയ ഫോണ്ട് എടുത്ത് വാക്യം ഒന്ന് എഴുതി അങ്ങനെ ചെറുതാക്കി അങ്ങനെ കൊണ്ട് ഇവിടെ വെച്ചു. അതിന്റെ എഫക്ട്സ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുത്തു. ബാക്ക്ഗ്രൗണ്ട് തപ്പുന്നു, ബാക്ക്ഗ്രൗണ്ട് കിട്ടി. ബാക്ക്ഗ്രൗണ്ടിൽ ക്ലിക്ക് ചെയ്ത് കളറിൽ കളർ പിക്കർ എടുത്തു. വാക്യം എവിടെ പോയോ എന്തോ, ഇവിടെ ഒളിച്ചിരിക്കുക. ടിക്ക് കണ്ടല്ലോ. ഇങ്ങനെ നമുക്ക് മാറ്റങ്ങൾ വരുത്താം. വളയ്ക്കാം, നോക്കാം, എന്ത് വേണം ചെയ്യാം. ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് കളർ അതിലോട്ട് കൊണ്ടുവരാൻ എഫക്ട്സിൽ വീണ്ടും ക്ലിക്ക് ചെയ്ത് ഇവിടെ ക്ലിക്ക് ചെയ്തു. ആ കളറിൽ ക്ലിക്ക് ചെയ്തു. കളർ പിക്കർ എടുത്തു. വാക്യം പൂർത്തിയാക്കും. കണ്ടല്ലോ. ബോൾഡ് ആക്കാൻ ബോൾഡ് കൊടുക്കാം. ഇനി ഇതിന്റെ കളർ നമുക്ക് കൃത്യം അതേ കളർ കൊടുക്കാനും പരിപാടിയുണ്ട്. ആ കളറിൽ ക്ലിക്ക് ചെയ്ത് ഇതിന്റെ പ്ലസ് ബട്ടൺ കണ്ടല്ലോ. ഇതിൽ പിക്കർ കാണിക്കുന്നില്ല. അപ്പൊ ഒരു വഴിയേ ഉള്ളൂ, ഈ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യണം. അപ്പൊ അതിനകത്ത് പിക്കർ കിടപ്പുണ്ട്. എന്നിട്ട് ഏത് കളറാണ് വേണ്ട അതിൽ ക്ലിക്ക് കൊടുത്ത ഓക്കെ. വേറെ എന്തെങ്കിലും സംശയം ഉണ്ടോ? അപ്പൊ ഇതാണ് ക്യാൻവയാണ് നമ്മൾ ഉപയോഗിക്കുക. ക്യാൻവ ഉപയോഗിച്ച് ഇത്തരത്തിൽ തിരുത്തലുകളൊക്കെ നമുക്ക് വരുത്താൻ പറ്റും. പ്രോംപ്റ്റിൽ തിരുത്താനുള്ള മാക്സിമം പ്രോംപ്റ്റിൽ തിരുത്തി ഒരു രക്ഷയില്ലെങ്കിൽ ക്യാൻവയിൽ കൊണ്ടുവന്ന് ഇങ്ങനെ തിരുത്താം. ഇത് അധികം കാലം പോകത്തില്ല, പെട്ടെന്നൊക്കെ ഈ ശരിയായി വരുമായിരിക്കും. AI-ല് ഈ മലയാളം പോലുള്ള റീജിയണൽ ലാംഗ്വേജുകൾക്കൊക്കെ ചെറിയ പ്രശ്നങ്ങളുണ്ട്. എല്ലാ ഭാഷയ്ക്കും ഉണ്ട്. ടെക്നോളജി വർദ്ധിക്കുമ്പോൾ ആ ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ വരും. അതുവരെ നമുക്ക് ഇങ്ങനെ ചെയ്യാം.
പക്ഷെ നമ്മള് ചാറ്റ് ജിപിടിയിൽ ഡിസൈൻ ചെയ്തൊരു പോസ്റ്റർ അതിലേക്ക് എങ്ങനെയാണ് ക്യാൻവയിൽ കൊണ്ടുവന്നിട്ട് ഇമേജ് ചെയ്യുന്നത്? നമ്മളിപ്പോ കുട്ടികൾക്ക് ഫസ്റ്റ് സെക്കൻഡ് കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോസ്റ്റർ ഉണ്ടാക്കുമല്ലോ, അതെങ്ങനെ ചെയ്യാം? കുട്ടികൾക്ക് ഫസ്റ്റ് സെക്കൻഡ് കിട്ടിയത് പോസ്റ്റർ കിട്ടണം. അപ്പൊ അത് എങ്ങനെയാണ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം നമുക്ക് അങ്ങനത്തെ ഒരു പോസ്റ്റർ നമ്മുടെ കയ്യിൽ ഉണ്ടാകാം. ഒന്നിൽ പോസ്റ്റർ അല്ലെങ്കിൽ പ്രോംപ്റ്റ് ഉണ്ടാവും അല്ലേ? അതിനായിരിക്കുമല്ലോ നമ്മൾ ചെയ്യുന്നത്. ഇപ്പൊ പോസ്റ്റർ ആണ് ഇത് ചെയ്യണമെന്ന് വിചാരിച്ചോ, ഒരു പിക്ചറാണ്, ഇമേജ് ആണ് ചെയ്യണമെന്ന് വെച്ചോളൂ. അപ്പോ ഇമേജിനെ നമ്മൾ പ്രോംപ്റ്റില് കൊണ്ടുപോയിട്ട് ആദ്യം ഫസ്റ്റും സെക്കൻഡും കിട്ടിച്ചു ഈ രണ്ട് കുട്ടികളെ റിമൂവ് ചെയ്യിക്കാം പ്രോംപ്റ്റ് വെച്ച്. എന്നിട്ട് അറ്റാച്ച് കൊടുത്തിട്ട് ആഡ് ചെയ്യേണ്ട രണ്ട് കുട്ടികളെ ആഡ് ചെയ്യാം. എന്നിട്ട് ആ കുട്ടികളുടെ പേര് കൊടുക്കാം. താഴെ പ്രോംപ്റ്റിന്റെ താഴെ ഫസ്റ്റ് കിട്ടിയ കുട്ടി വലുതായിരിക്കുമല്ലോ, മറ്റേത് സെക്കൻഡ് ആയിരിക്കുമല്ലോ, സെക്കൻഡ് ചെറുതായിരിക്കുമല്ലോ. അപ്പോൾ ഫസ്റ്റ് കുട്ടിയുടെ പേര് സൂരജ് ആണെങ്കിൽ സൂരജ്, രണ്ടാമത്തെ നിമിഷയാണെങ്കിൽ സെക്കൻഡ് നിമിഷ എന്ന് പറഞ്ഞ് പ്രോംപ്റ്റിൽ കൊടുക്കണം. ഇത് ഒരു രീതി. മറ്റൊരു രീതി ഞാൻ ഇന്ന് പറഞ്ഞു തന്ന രീതിയാണ്. നമ്മൾ പ്രോംപ്റ്റ് എടുക്കും ഇല്ലേ? ഇതൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും. നമ്മള് പ്രവേശനോത്സവമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ചെയ്ത സാധനം. ഒരു പ്രോംപ്റ്റ് നമ്മുടെ കയ്യിലുണ്ടാവും. ആ പ്രോംപ്റ്റിൽ സ്കൂളിന്റെ പേര് നമ്മൾ മാറ്റി വേറെ സ്കൂളിന്റെ പേര് കൊടുക്കുന്ന പരിപാടിയാണ്. സ്കൂളിന്റെ ഫോട്ടോ മാറ്റി വേറെ സ്കൂളിന്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടി അറ്റാച്ചിൽ നമ്മുടെ കയ്യിലിരിക്കുന്ന ഫോട്ടോ എടുത്ത് അറ്റാച്ച് ചെയ്യും. ഇതൊക്കെ നമ്മൾ ചെയ്തതാണ്. അതേപോലെ ഈ ടീച്ചർ പറഞ്ഞ പ്രശ്നത്തിന് സോൾവ് ആണ്. അറ്റാച്ച് ചെയ്യുമ്പോൾ ആ രണ്ട് കുട്ടികളുടെ ഫോട്ടോ അറ്റാച്ച് ചെയ്യുക. എന്നിട്ട് താഴെ പേര് കൊടുക്കുമ്പോൾ ഫസ്റ്റ് ഇന്ന കുട്ടിക്ക് സെക്കൻഡ് ഇന്ന കുട്ടിക്ക്. ദാറ്റ്സ് ഇറ്റ്. അത്രേ ഉള്ളൂ. കുറേ ചെയ്ത് നോക്കണം ടീച്ചർ, അപ്പോഴാണ് പറ്റണേ. നമുക്കൊരാവശ്യം വരുമ്പം ചെയ്യാൻ നിൽക്കാതെ ഇന്ന് തന്നെ അങ്ങ് സംശയം തോന്നുമ്പം ചോദിക്കുക. വാട്സപ്പിൽ മെസ്സേജ് ആയിട്ട് ഇട്ടാൽ കാണണം, അപ്പൊ റിപ്ലൈ ചെയ്ത് നോക്കിയാൽ പറ്റും. സിമ്പിളാ. ഇനി ഇതിനെ ക്യാൻവയിൽ കൊണ്ടുവന്നും ചെയ്യാൻ പറ്റുമല്ലോ. ഫസ്റ്റിന്റെ സ്ഥാനത്ത് ഒരു കുട്ടിയാണ്, അതിന്റെ മണ്ടയിൽ കൂടെ വേറൊരു ഫോട്ടോ എടുത്ത് അങ്ങ് വെക്കാം. അതിന്റെ താഴെ ഞാൻ ഇപ്പൊ ചെയ്ത പോലെ കുട്ടിയുടെ പേര് ടൈപ്പ് ചെയ്ത് വെക്കാം. ക്യാൻവയിലും ചെയ്യാം. ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും എളുപ്പം. സാർ ഹലോ. പറയേ ടീച്ചർ, കേക്കാം. സാർ ഇപ്പൊ എനിക്കത് കിട്ടി. അപ്പൊ ഞാൻ ആ വേർഡ് ഒരു വാക്ക് കൊണ്ടുവന്ന് വേറൊരു വാക്കിന്റെ മേലെ വെച്ചു. എന്നിട്ട് കളർ സെലക്ട് ചെയ്തു. ഇനി എന്തോ സാർ ചെയ്യുക? കളർ സെലക്ട് ചെയ്ത് ടീച്ചറിന് കിട്ടിയില്ല. ടീച്ചർ ഹാപ്പിയാണോ കണ്ടിട്ട്? ഞാൻ ജസ്റ്റ് ഒന്ന് പഠിക്കാൻ വേണ്ടി വെറുതെ ഒരു അല്ല ഞാൻ ചോദിച്ചു ടീച്ചറിന് അത് കണ്ടിട്ട് ഓക്കെ ആണോ, സാറ്റിസ്ഫൈഡ് ആണോ? അത് മതി. അതാണ് വേണ്ട. ടീച്ചർ ഹാപ്പി ആണെങ്കിൽ ഓക്കെ ആണ്. അത് കണ്ട് നമ്മൾ തൃപ്തിയാവുക. നമുക്കത് കണ്ടിട്ട് ഒരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്താൽ അത് മതി. അല്ല സാർ, അത് മാറണ്ടേ അവിടെ? ആ ബാക്ക്ഗ്രൗണ്ട് ബാക്കിലെ വേർഡ് മാറ്റിട്ട് പുതിയ വേർഡ് വരണ്ടേ അവിടെ? അങ്ങനെ നിങ്ങൾ ചെയ്തോ? ഞാൻ ജസ്റ്റ് ഒരു ഹീ എന്നൊരു വാക്ക് അടിച്ചു. എന്നിട്ട് ഞാൻ പറയാൻ കുറച്ച് എനിക്ക് കിട്ടാൻ ലേറ്റ് ആയതുകൊണ്ട് ഞാൻ കുറച്ച് അതിന്റെ ബാക്കിൽ നിന്നായിരുന്നു. അപ്പൊ അത് ഞാൻ മാറ്റി കളർ മാറ്റി വേറൊരു വാക്കിന്റെ മേലെ കൊണ്ട് വെച്ചു. ഇനി എനിക്കത് മറ്റേതുമായിട്ട് മാച്ച് ആവണ്ടേ? ഞാൻ എന്ത് ചെയ്യണം? ടീച്ചർ ഇപ്പൊ രണ്ടാമത് പരീക്ഷണം നടത്തിയില്ല, ആ ടെക്സ്റ്റിനെ കളയണം, ഡിലീറ്റ് ചെയ്യണം. ഡിലീറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ട എക്സാക്ട് ഏത് വേർഡാണോ അതിനെ ടൈപ്പ് ചെയ്ത് അതിനകത്ത് വെക്കണം.
എല്ലാവർക്കും സാറേ ചെയ്യാൻ ഒരു സാധിക്കുന്നുണ്ടല്ലോ ഹാക്കില് ആ നമ്മളൊരു വേർഡിന് എഫക്ട്സ് കൊടുത്ത് ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ട് ഇട്ടു. പക്ഷെ ഉം. ആ വേർഡിന് സ്ട്രോക്കും കൂടെ ആഡ് ചെയ്യണം. അപ്പൊ ഈ സ്ട്രോക്കും എഫക്ട്സിലല്ലേ ഉള്ളൂ. അപ്പൊ അത് രണ്ടും കൂടെ പറ്റുന്നില്ലല്ലോ. നോക്കാം. ഞാൻ വേറൊരു കോപ്പി എടുത്തേ. അതിന്റെ കോപ്പി എടുക്കാനായിട്ട് അതിൽ ക്ലിക്ക് ചെയ്ത് ഡ്യൂപ്ലിക്കേറ്റ് എടുത്തു. കണ്ടോ? 2 സ്ട്രോക്ക് അതൊക്കെ ആയി. മനസ്സിലായി. രണ്ടെണ്ണായി സെയിം മോഡൽ. ഉം. ഓ അങ്ങനെ ആക്കണല്ലേ. കറക്റ്റ് ഓക്കെ. പൊസിഷനിൽ വെക്കാം. ഓക്കെ, ക്ലിയർ ക്ലിയർ. ഒറ്റ വൺ വേർഡ് നടക്കില്ല. അതെ അതെ അതെ. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഈ പറഞ്ഞതിൽ ഇപ്പൊ സംശയമല്ല, മുന്നത്തെയാണ്. പിൻട്രസ്റ്റ് എന്നല്ലേ? ആ അതായത് എനിക്ക് കോപ്പി ചെയ്ത് ചാറ്റ് GPT വന്നിട്ട് പേസ്റ്റ് ചെയ്യാൻ പറ്റണില്ലേ, അറിയണില്ലേ? ഫോണിൽ തന്നെയല്ലേ ചെയ്തേ? ഫോണിലെ ചെയ്തത്. ഇതിൽ ക്ലിക്ക് ചെയ്യാം, സേവ് വിളിക്കുക. ഇതിനകത്ത് ഡൗൺലോഡ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ. ഡൗൺലോഡ് ഇമേജ്. ഡൗൺലോഡ് ഇമേജ് അതെടുത്തത് ആ 3 ഡൗൺലോഡ് ഇമേജ്. ഇതിലൊക്കെ ചാറ്റ് GPT ഷെയർ ചെയ്ത് കൊടുത്ത് അങ്ങനെയൊക്കെ ഓപ്പൺ ആക്കാം. ഞാൻ നിങ്ങൾക്ക് നേരിട്ടുള്ള വഴി പറഞ്ഞുതരാം. എനിക്ക് ഫോണില് ഷെയർ ചെയ്യുമ്പോ പറ്റിയില്ല. ആ നമുക്ക് നേരത്തെ എടുക്കാം. അതിന് ഡൗൺലോഡ് ചെയ്ത് ഇതിനകത്ത് ആക്കിയിട്ട് അറ്റാച്ച് കൊടുത്ത ഫോട്ടോ കണ്ട. ഇത്രയേ ഉള്ളൂ ടീച്ചർ.
ഇനി ആർക്കെങ്കിലും സംശയം ഉണ്ടോ? എന്തുവാ? നോക്കൂ, ചെറിയ ചെറിയ പരിപാടികളേ ഉള്ളൂ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ഇതാക്കി ചോദിച്ചാൽ മെസ്സേജ് അയക്കാം. അല്ലെങ്കിൽ അടുത്ത ആഴ്ച ഇതുപോലെ നേരത്തെ വരാം, ഇന്നത്തെ പോലെ. ചെയ്ത് നോക്കൂ, ഒരുപാട് വർക്കുകൾ അതിനകത്ത് ചെയ്ത് നോക്കിയാൽ നമ്മളത് ശരിക്കും മാറ്റിയിട്ടുണ്ടെന്ന് മനസ്സിലാവുള്ളൂ സാറേ. അത് മനസ്സിലാവാതിരിക്കാൻ വല്ല വഴിയുണ്ടോ? ഇല്ല, പറയാം. ഹലോ, ഹലോ, കേക്കാവോ? ഹലോ, കേൾക്കാം. കേൾക്കാം. ഓക്കെ. കുറേയൊക്കെ നമ്മൾ എക്സ്പീരിയൻസ് കൊണ്ട് റെഡിയാവുന്നതാണ്. പിന്നെ കുറച്ചൊക്കെ ചെയ്ത് വരുമ്പോൾ നമുക്ക് ഇതിനകത്ത് ഇതുമായിട്ട് മാച്ച് ചെയ്യുന്ന കുറച്ച് ഫോൺസ് ഒക്കെ നമുക്ക് ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തിടാനൊക്കെ പറ്റും. ഒരു ഒരു ഘട്ടം കഴിഞ്ഞിട്ട് ഞാനത് പറഞ്ഞുതരാം. ഇപ്പൊ ആദ്യം നിങ്ങളത് ഒന്ന് ചെയ്തോ. അങ്ങനെയൊക്കെയാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. കറക്റ്റ് അതുമായിട്ട് മാച്ച് ചെയ്യുന്ന ഫോണിനൊക്കെ എടുത്ത് വെച്ച് ചെയ്യും. ഇപ്പൊ എന്തായാലും അതിലോട്ടൊന്നും കിടക്കണ്ട. ഇപ്പൊ ഇത് വെച്ചിട്ട് മാക്സിമം ബോൾഡൊക്കെ ആക്കി നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഒന്ന് ചെയ്തു നോക്കുക. ഇതാണ് അതിന്റെ സംഭവം. ഇങ്ങനെയാണ് ചെയ്യുക. മലയാളം ഫോണ്ട് അധികം ക്യാൻവയിൽ കിട്ടുന്നില്ല. അതെ, നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട്. ഇൻസ്റ്റാൾ ചെയ്യണം. പെട്ടെന്ന് പറയണമെങ്കിൽ ബ്രാൻഡ് എടുത്തിട്ട് സ്ക്രീൻ കാണുന്നില്ലേ, ബ്രാൻഡ് ഫോണ്ട് എടുത്ത് ആഡ് ഫോണ്ട് കൊടുത്ത് ഇങ്ങനെ ആഡ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ ആദ്യം ഡൗൺലോഡ് ചെയ്യണം. ഗൂഗിൾ എടുത്തിട്ട് മലയാളം ഫോണ്ട് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ട് പ്ലസ് ക്ലിക്ക് ചെയ്ത് അപ്ലോഡ് ഫോണ്ട് എന്ന് പറഞ്ഞ് കൊടുക്കണം. ബ്രാൻഡ് ഇല്ല. എടുത്തപ്പോ എന്തോ ബ്രാൻഡ് കിറ്റ് എന്ന് മാത്രം പറഞ്ഞ വരുന്നത്. അതെ, അതാണ് ബ്രാൻഡ് കിറ്റാണ്. ബ്രാൻഡ് ബ്രാൻഡ് ഇൻസ്റ്റാൾ കിറ്റിനകത്ത് ചെയ്യാനുള്ള ഫോൺ ഇത് വരുന്നില്ല. ഫോൺ ഇൻസ്റ്റാൾ ഫോൺ ചെയ്യുന്ന അത് ഓപ്ഷൻ നിങ്ങൾ വരുന്നില്ല. ആദ്യം ഫോണ്ട് ഡൗൺലോഡ് ചെയ്യണം. ഗൂഗിളിനകത്ത് കയറി നിങ്ങൾക്ക് ആവശ്യമുള്ള ഫോണ്ട് എഫ് എം എൽ എന്ന് പറഞ്ഞ ഫോണ്ടുണ്ട്. ആ അതിനെ ആദ്യം ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് വെക്കണം. ആ ഫോണില്. ഞാനൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഇത് മുമ്പൊക്കെ ക്യാൻവ ഉപയോഗിക്കുന്നവർക്കായിരിക്കും എളുപ്പം. അല്ലാതെ ആദ്യത്തെ തവണ ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും. ഇപ്പോൾ ഉള്ളത് വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഒരു ഘട്ടം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇങ്ങനത്തെ മറ്റ് ഫോണ്ടുകൾ ചെയ്യാം. അപ്പോൾ എനിവേ, എങ്ങനെയാണ് ഫോണ്ട് ഇൻസ്റ്റാൾ ചെയ്യുന്നത് പറഞ്ഞാൽ ബ്രാൻഡ് എന്ന് പറയുന്ന സാധനം എടുക്കുക. അതിൻ്റെ അകത്ത് ഫോൺസ് എന്ന് പറയുന്ന സാധനം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആഡ് ഫോണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണിക്കും. സ്ക്രീനിൽ നിങ്ങൾ കാണുന്നുണ്ട്. ആഡ് ഫോണ്ട് കൊടുത്തിട്ട് മുകളിൽ ഫോൺസിന്റെ പ്ലസ് സിമ്പിൾ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് അപ്ലോഡ് എ ഫോണ്ട് എന്ന് പറഞ്ഞ സാധനം കൊടുക്കണം. അപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇതൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇത്രയും ഫോണ്ട് ഞാൻ എൻ്റെ ഫോണിൽ. ഇതിലും എല്ലാമൊന്നും കിട്ടിയൊന്നുമില്ല. ഇതൊക്കെ കൊടുത്താൽ കിട്ടിയെന്ന് കുറച്ചൊക്കെ കിട്ടൂ. ഈ നാനോ പോലത്തെ ഒന്ന് രണ്ടെണ്ണം ഒക്കെ കിട്ടൂ. ഈ ചിലങ്ക റെഗുലർ ഒക്കെ കാണുന്നതാണ്. അതൊന്നും കിട്ടിയൊന്നുമില്ല. അത് ആഡ് ചെയ്യേണ്ട ആഡ് ന്യൂ എന്ന് പറഞ്ഞ ബട്ടൺ കൊടുത്ത് നമ്മുടെ ഗാലറി കിടക്കുന്ന ഫോണ്ടിനെ എടുത്ത് ഇതിനകത്തോട്ട് കൊണ്ടുപോകാം.
നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കണം, ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കണം. ഈ ഡൗൺലോഡ് ചെയ്യണത് ഗൂഗിളിൽ പോയിട്ട് ജസ്റ്റ് മലയാളം ഫോണ്ട് ഒന്ന് അടിച്ചു കൊടുത്താൽ മതിയോ? മലയാളം ഫോണ്ട്, FML ഫോണ്ട്. FML ഫോണ്ട്. ആ ആ ആ അതെന്റെ ഇൻസ്റ്റാൾ ചെയ്തിടാം അല്ലെ? ഓ, അത് ഇൻസ്റ്റാൾ ചെയ്ത് ഇവിടെ വരുമ്പോൾ ഇതിനകത്ത് ഇങ്ങനെ കാണിക്കും, ബ്രാൻഡിനകത്താണ് ഇതൊക്കെ കാണും, ഫോണ്ടിനകത്ത്. ചെയ്ത് ട്രൈ ചെയ്ത് നോക്കാം, പറ്റിയില്ലെങ്കിൽ ഒന്ന് മെസ്സേജ് അയച്ചാ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ 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 ഒന്ന് ഒരിക്കൽ കൂടെ ഒന്ന് ഓടിച്ച് പറയാം. നമ്മുടെ കയ്യിലൊരു വർക്ക്ഷീറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ക്യാൻവയിൽ കൊണ്ടുവരുന്നു. നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള മാറ്റങ്ങളൊക്കെ അതിനകത്ത് ഇവിടെയാണ് കൊണ്ടുവന്ന് ചെയ്യാൻ പറ്റുക. നമുക്ക് കൂടുതൽ രസകരമായ പ്രവർത്തനങ്ങളൊക്കെ അതിനകത്ത് കൊണ്ടുവയ്ക്കാം. സ്കൂളിലെ പേരൊക്കെ ഇവിടെയും ചെയ്യാം, അവിടെയും ചെയ്യാം, ഇവിടെയും ചെയ്യാം. ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ നമുക്ക് വേണ്ട, ഇത്രയും വേണ്ട എങ്കിൽ നമുക്ക് അത്രയും കട്ട് ചെയ്ത് മാറ്റിയിട്ട് വയ്ക്കാം. കൂടുതൽ കൂട്ടിച്ചേർക്കലുകൾ നടത്താം, മറ്റൊരു വർക്ക് ഷീറ്റും കൂടെ ഇതിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കാം. അങ്ങനെയൊക്കെയുള്ള പരിപാടികൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കും.